തരൂരിനെ തള്ളാനും കൊള്ളാനുമാകാതെ കോൺഗ്രസ് നേതൃമാറ്റം ഇനിയും നീളുമോ? സൂപ്പർ പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളോടൊപ്പം അതിഥികൾ ശ്രീ സണ്ണിക്കുട്ടി ഇബ്രഹാം, മുതിർന്ന മാധ്യമപ്രവർത്തകൻ, ശ്രീ മോഹൻ വർഗീസ്, രാഷ്ട്രീയ നിരീക്ഷകൻ, ഡോക്ടർ പ്രേംകുമാർ, ഇടത് സഹയാത്രികൻ, ശ്രീ ജേക്കബ് ജോർജ്, രാഷ്ട്രീയ നിരീക്ഷകൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. ശ്രീ ജേക്കബ് ജോർജ്, ഈ സംഭവ വികാസങ്ങളുടെ ഒക്കെ തുടക്കവും അതിൻ്റെ മുന്നോട്ട് പോക്കുമൊക്കെ കാണുന്നുണ്ടാകുമല്ലോ. ശശി തരൂർ ശരിയാണ്, കോൺഗ്രസ് ഒരു വലിയ രാഷ്ട്രീയ മുഖമായി, വിശ്വപൗരനായി, ഇപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരു വിളിപ്പേരുണ്ടാകുന്നത് കോൺഗ്രസ് അതിനെ കൃത്യമായി പ്ലേസ് ചെയ്യുന്നത് കൊണ്ടാണ്. അദ്ദേഹത്തെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരുമ്പോൾ, അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി ഇവിടെ കൊണ്ടുവരുമ്പോഴൊക്കെ കൃത്യമായി അത് പ്ലേസ് ചെയ്യുന്നത് കൊണ്ടാണ്. അതിനുശേഷം പതിറ്റാണ്ടുകൾ കടന്നു പോവുകയാണ്. ഒരു പാർട്ടിയുടെ ചിട്ടവട്ടങ്ങളെ മനസ്സിലാക്കുന്ന, ഇലക്ഷനിൽ നിൽക്കുകയും പാർലമെന്ററി രാഷ്ട്രീയത്തിന്റെ ഭാഗമാവുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയക്കാരന്റെ ചട്ടക്കൂടിലേക്ക്, പാർട്ടി നിലപാട് അറിഞ്ഞ് പ്രവർത്തിക്കേണ്ട ഒരാളുടെ ഒരു ശൈലിയിലേക്കൊക്കെ തരൂർ ഇനിയും കടന്നു വരാൻ വൈകുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ എത്രത്തോളം നന്നായി പോകും കോൺഗ്രസിന്? ശരിക്കും ശശി തരൂരിന് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പാർട്ടിക്കപ്പുറത്ത്, പാർട്ടിക്ക് അതീതനായിട്ട് പല കാര്യങ്ങളും പറയുക, പല കാര്യങ്ങളും ചെയ്യുക, പല ബന്ധങ്ങൾ ഉണ്ടാക്കുക, അത് ശശി തരൂരിൻ്റെ ഒരു സ്വഭാവമാണ്. പക്ഷേ ഇന്ന് കണ്ട് ശശി തരൂരിൻ്റെ കേരളത്തിലെ, പ്രത്യേകിച്ച് നമ്മളിപ്പം കേരളത്തിൻ്റെ കാര്യമാണല്ലോ പറയുന്നത്, കോൺഗ്രസിനെ സംബന്ധിച്ച കേരള രാഷ്ട്രീയത്തിൽ ശശി തരൂരിൻ്റെ പ്രസക്തി എന്ത് എന്ന് ചോദിക്കുമ്പോൾ ഒരു വലിയ പ്രസക്തിയുണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ. കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ നിന്ന് കേരളത്തിൽ കോൺഗ്രസ്സിന് മുന്നേറണമെങ്കിൽ ഒരു സാധാരണ രാഷ്ട്രീയ പ്രവർത്തനം പോരാ. ഞാൻ പറയട്ടെ, ഒരു ഒറ്റ ഉദാഹരണം പറയട്ടെ. പണ്ട് ആദ്യ സമയത്ത് 1947 സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാവണം എന്ന് ചോദിച്ചപ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരാണ് മഹാത്മാഗാന്ധി നിർദ്ദേശിച്ചത്. കാരണം അദ്ദേഹത്തിൻ്റെ ആ വൈഭവം, അദ്ദേഹത്തിൻ്റെ ബൗദ്ധികമായ ഔന്നത്യം, സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പേര് പറഞ്ഞിരുന്നു പലരും പല കേന്ദ്രങ്ങളിൽ നിന്നും. പക്ഷേ ആ പേര് മാറ്റിവെച്ചിട്ട് മഹാത്മാഗാന്ധി പറഞ്ഞത് ഇതാണ്, നെഹ്റുവിൻ്റെ പേരാണ്. അത് ഓർക്കണം. അത് ഞാനൊരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ആരായിരിക്കണം നേതാവ് എന്നുള്ളൊരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ കോൺഗ്രസിനകത്തെ കാര്യങ്ങളൊന്നും പറയാൻ ഞാൻ യോഗ്യനൊന്നുമല്ല. പക്ഷേ അത് കോൺഗ്രസ് നേതൃത്വം മറക്കരുത് എന്ന് ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു മാധു. പക്ഷെ അവിടെ ഒരു ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണ്. ഇപ്പോൾ തരൂർ തന്നെ പറയുന്നുണ്ട്, കേരളത്തിൽ കോൺഗ്രസിന് സമാഹരിക്കാൻ കഴിയുന്ന പാർട്ടി വോട്ടുകൾക്കപ്പുറത്തേക്ക് വോട്ടുകളുടെ ആവശ്യമുണ്ട് ഭരണത്തിൽ വരണമെങ്കിലെങ്കിൽ. എനിക്ക് കോൺഗ്രസിന് പുറത്തു നിന്ന് വോട്ട് കിട്ടുന്നുണ്ട്, എന്നെ ആളുകൾക്ക് എന്തോ ഇഷ്ടമാണ്, അതുകൊണ്ട് എനിക്ക് വോട്ട് കിട്ടുന്നുണ്ട്. കോൺഗ്രസിന് വോട്ട് വേണം, എനിക്ക് വോട്ട് കിട്ടുന്നുണ്ട്. സ്വാഭാവികമായും ഈ പറയുന്ന ആര് നയിക്കും, ആര് കസേരയിലിരിക്കും എന്ന ചർച്ചയിലും പട്ടികയിലും സ്വയം അവിടേക്ക് പ്രതിഷ്ഠിക്കുക എന്ന് പറയുന്ന ഒരു സമീപനം സാധാരണ ബുദ്ധിയുള്ളവർക്ക് വായിച്ചെടുക്കാൻ കഴിയില്ല. അപ്പൊ തരൂർ അങ്ങനെ ഒരു കളിക്ക് തയ്യാറാണ് എന്ന പ്രഖ്യാപനം മാധ്യമങ്ങൾ വളച്ചൊടിച്ചു എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം പറയുക തന്നെയല്ലേ? അല്ല, തരൂർ അങ്ങനെ പറയരുതായിരുന്നു എന്നാണ് എൻ്റെയും പക്ഷം. ഒരു വലിയ സ്ഥാനം ആഗ്രഹിക്കുന്ന ഒരു നേതാവ് ഒരിക്കലും ഞാനാണ് അതിനകത്ത് അഭികാമ്യനായിട്ടുള്ളത് എന്ന് പറയരുതായിരുന്നു. വേറെ ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അതിനകത്തൊരു ഭംഗിയുണ്ടായിരുന്നു, സൗന്ദര്യം ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും രാഷ്ട്രീയമായിട്ട്. പക്ഷേ ഇവിടെ അദ്ദേഹം പറഞ്ഞു എന്നുള്ളത് ഒരു ഇതാണ് എന്ന് കണ്ട് കേരള രാഷ്ട്രീയത്തിൽ, കേരള സമൂഹത്തിൽ, രാഷ്ട്രീയത്തിനെ മറന്നിട്ട് കേരള സമൂഹത്തിൽ ശശി തരൂരിന് ഒരു വലിയ പ്രസക്തിയുണ്ട്. മാധു 2 തവണ പരാജയപ്പെട്ട കോൺഗ്രസ്സാണ്, ഐക്യജനാധിപത്യ മുന്നണിയാണ് തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. അവിടെ ചോയ്സിന് വളരെ സാധ്യതകൾ കുറവാണ്. ജയിക്കുന്ന നേതാവാര്, മുന്നണിയെ, കോൺഗ്രസിനെ ജയിപ്പിക്കാൻ ശേഷിയുള്ള നേതാവ് ആര്? ആ ചോദ്യത്തിന് തന്നെയാണ് പ്രസക്തി. അതിനകത്ത് നേതാക്കന്മാരല്ല, രാഷ്ട്രീയമല്ല ഘടകം. ഈ ഒരു വസ്തുത പ്രധാനമായിട്ടും കോൺഗ്രസ് നേതൃത്വം, ഐക്യജനാധിപത്യ മുന്നണി നേതൃത്വം ഓർക്കേണ്ടത് തന്നെയാണ് എന്നാണ് എൻ്റെ പക്ഷം. ശരി, ശ്രീ മോഹൻ വർഗീസ്, ഇപ്പോൾ ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞു നിർത്തിയിടത്തുനിന്ന് തുടങ്ങുകയാണെങ്കിൽ, തുടരെ 2 തവണ പ്രതിപക്ഷത്തിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എങ്ങനെയും ജയിക്കണം, എങ്ങനെയും എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിന് അപ്പുറത്ത് നിൽക്കുന്ന മാർഗങ്ങളല്ല, അതിനുള്ളിൽ എന്ത് തന്ത്രം പരീക്ഷിച്ചും എത്ര അധ്വാനിച്ചും കഷ്ടപ്പെട്ടും ജനങ്ങളെ വിശ്വാസത്തിലെടുത്തും ജയിക്കണം എന്ന നിലയ്ക്ക് ആ സംഘടനാ സംവിധാനത്തെ തയ്യാറാക്കാൻ മുന്നിലുള്ളത് ഒരൊറ്റ വർഷമാണ്. ഈ പറയുന്ന നേതാക്കളാണുള്ളത്, അണികളല്ല എന്ന നിലയ്ക്കാണ് അദ്ദേഹം പറഞ്ഞതെങ്കിൽ പോലും
ഇവരിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാത്തവർ കുറവാണ്. അത് രാഷ്ട്രീയമായിട്ടാണെങ്കിലും ശരി, അല്ലാതെയാണെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാത്തവർ കുറവാണ്. പാർട്ടിക്ക് എന്ത് കൊടുത്തു എന്ന് ചോദിച്ചാൽ തട്ടിത്തിരി വ്യത്യാസമുണ്ടാകും തൂക്കത്തിൽ. അവിടെ ഇരുന്നു കൊണ്ട് ഈ അവസാന വർഷം ഈ കലാപാഹ്വാനങ്ങൾക്ക് സാധ്യതയുണ്ടോ? അവിടെ ഇരുന്നു കൊണ്ട് അവസാന പഠിക്കൽ കൊണ്ട് കലമുടയ്ക്കുക എന്ന് പറയുകയും ഒക്കെ ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കരുത്. അതിനുള്ള ജാഗ്രതാപൂർവമായ തീരുമാനങ്ങൾ ഉണ്ടാകണം, പ്രവർത്തന രൂപരേഖ ഉണ്ടാകണം. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ AICC ഹെഡ്ക്വാർട്ടേഴ്സിൽ കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കന്മാർ 15 MP-മാർ, കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് MP-മാർ, അതുപോലെ മുൻ KPCC പ്രസിഡന്റുമാർ, ഇപ്പോഴത്തെ KPCC അധ്യക്ഷൻ, പ്രതിപക്ഷ നേതാവ്, ഇവരെല്ലാം ചേർന്ന് ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ച നടത്തി തിരിച്ചിറങ്ങി വന്ന് പറഞ്ഞതിൻ്റെ ഒരു രത്ന ചുരുക്കം ഇതുതന്നെയാണ്. ഇനി ഒരു തെരഞ്ഞെടുപ്പ് കൂടി പരാജയപ്പെടാനാവില്ല. 10 വർഷത്തിലധികം UDF-ന് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു കാര്യം ചിന്തിക്കാനേ ആവില്ല. അതുകൊണ്ട് ഞങ്ങൾ എന്തു വിധേനയും പിടിച്ചെടുക്കും എന്ന രീതിയിൽ KPCC പ്രസിഡന്റ് K. സുധാകരൻ നടത്തിയ പ്രസ്താവന നമ്മളിപ്പോൾ കേട്ടതാണ്. അപ്പോൾ ആ ഒരു ചിന്ത എന്ന് പറയുന്നത് അത് സാധ്യമാകണമെങ്കിൽ വേറിട്ട സ്വരങ്ങൾ, ഒറ്റപ്പെട്ട സ്വരങ്ങൾ, അത് തിരുത്താനെന്ന വ്യാജേനയാണെങ്കിലും ഒറ്റപ്പെട്ട സ്വരങ്ങൾ ഉണ്ടാക്കുന്ന ഡാമേജ് വളരെ ഗുരുതരമായിരിക്കും. അതുകൊണ്ട് തന്നെ പരസ്യ പ്രസ്താവന ഒഴിവാക്കിക്കൊണ്ട് ഒരൊറ്റ വോയിസോടുകൂടി, പല മുഖങ്ങളാണ് പക്ഷേ ഒറ്റ വോയിസാണ്, ഈ രീതിയിൽ മുന്നോട്ട് പോകണം. അതിന് സംഘടനാ തലത്തിലെ അഴിച്ചുപണിയെക്കുറിച്ച് ഇപ്പോൾ സംസാരമില്ല. അതായത് മോഹൻ വർഗീസ്, ഇപ്പോൾ ശശി തരൂർ മുതിർന്ന നേതാവാണ്, വലിയ അനുഭവ പരിചയമുള്ള ആളാണ്, നേരത്തെ പറഞ്ഞതുപോലെ വിശ്വപൗരൻ എന്ന വിശേഷണത്തിനൊക്കെ അർഹനുമാണ്. അദ്ദേഹം ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നു. അദ്ദേഹം തന്നെ പറയുകയും പിന്നീട് ആ പത്രവുമായി ബന്ധപ്പെട്ട വിശദീകരണം വരികയും ചെയ്തതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നിരുന്നാലും പത്രത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണമോ പോഡ്കാസ്റ്റോ വരുന്നതിന് മുൻപ് ഞാനിതല്ല പറഞ്ഞത് എന്ന് പറയാൻ അദ്ദേഹത്തിന് വേദികൾ ഉണ്ടായിരുന്നില്ലേ? അദ്ദേഹം അത് വെയിൽഡായിട്ട് പറഞ്ഞു. വെയിറ്റ് ഫോർ ദി ഹോൾ ഇന്റർവ്യൂ ടു കം ഔട്ട്. ആ പോഡ്കാസ്റ്റ് ലിസ് മാത്യുമായിട്ടുള്ള അതിനിടയിൽ ഉണ്ടാകുന്ന സർവ്വ തമ്മിൽ തല്ലുകൾക്കും ഇങ്ങനെ കണ്ടിരിക്കാൻ കഴിയുന്ന അത്ര കമ്മിറ്റ്മെന്റ് കോൺഗ്രസിനോടുള്ളോ? അപ്പോൾ അവിടെ ഒരു കാൽക്കുലേഷൻ എററാണോ ഡെലിബറേറ്റ് ഡിലേ ആണോ? തരൂർ ഒരു നയതന്ത്രജ്ഞൻ കൂടിയാണ്. പലപ്പോഴും മൗനം വളരെ വാചാലമാണ് മാധു. അതുകൊണ്ട് നാട്ടുകാരാണ് വാചാലരാകുന്നത്, അദ്ദേഹം മൗനമായിരിക്കും. നാട്ടുകാരും മാധ്യമങ്ങളും വലിയ വാചാലരായി. ഈ ഒരാഴ്ച മുഴുവൻ മാധ്യമ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കാൻ തരൂരിനായി എന്ന് പറയുമ്പോൾ ആ തരൂരിന്റെ അദ്ദേഹം നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന സകല ഡാമേജ് ആരുടേതാണ്? അദ്ദേഹത്തിന് അത്ര കമ്മിറ്റ്മെന്റ് ഇല്ലെന്ന് ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത് അതുകൊണ്ടാണ്. ഇത് ഡാമേജൊക്കെ ഇതിനേക്കാൾ വലിയ ഡാമേജ് തരൂറൊക്കെ ആക്റ്റീവ് പൊളിറ്റിക്സിൽ വരുന്നതിന് മുൻപ് ഈ ഗ്രൂപ്പ് കളികളും ഡാമേജും ഒക്കെ ഏറെ കണ്ട ഒരു പാർട്ടിയാണ്. ആർക്കും എപ്പോഴും അഭിപ്രായം പറയാവുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിൽ എപ്പോഴും ഇതിനേക്കാൾ രൂക്ഷമായ അഭിപ്രായ പ്രകടനങ്ങളുണ്ട്. കോൺഗ്രസിൻ്റെ ഒരു മുൻ KPCC അധ്യക്ഷൻ, അദ്ദേഹം അധ്യക്ഷനാകുന്നതിന് ശേഷം, അധ്യക്ഷനായി പുറത്തു പോയതിനു ശേഷം സോണിയാഗാന്ധി വിളിച്ച വിളിപ്പേര് പോലും ഇപ്പോൾ ഓർത്തെടുത്താൽ വളരെ കൗതുകമായിരിക്കും. അദ്ദേഹമൊക്കെ കോൺഗ്രസിന് വേണ്ടി വളരെ ശക്തമായി നിൽക്കുകയുമാണിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിൽ എക്കാലത്തും വേറിട്ട സ്വരങ്ങളുണ്ടാകും, കഠിനമായ സ്വരങ്ങളുണ്ടാകും. ആ ചിട്ടവട്ടങ്ങളിൽ നിൽക്കുന്ന കോൺഗ്രസ്സുകാരനല്ല ഞാൻ എന്നാണല്ലോ അദ്ദേഹം പറയുന്നത്. അപ്പൊ ആ പറയുന്ന വൈരുദ്ധ്യങ്ങളിലേക്ക്, ആ പറയുന്ന തർക്കങ്ങളിലേക്ക് അദ്ദേഹം തന്നെ അതിനെ വലിയൊരു വിലയുള്ള തർക്കമായി കാണാൻ സാധ്യതയില്ല. അപ്പൊ ആ തർക്കങ്ങളിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരാളാണോ ശശി തരൂർ? അങ്ങനെയായിരിക്കും അദ്ദേഹത്തെ കാണുന്നത്? അദ്ദേഹത്തിന്റെ വലിപ്പത്തെക്കുറിച്ചൊരു ഓർമ്മയുണ്ടാകണം നിങ്ങൾക്ക് എന്ന ഒരു വെയിൽഡ് ഒരു റെഫറൻസ് ആണ് തരൂർ നൽകുന്നത്. ഞാനായിട്ട് പറയേണ്ടി വരുന്നത് ഒരു ഗതികേടാണ്. എങ്കിലും ഞാൻ പറയുന്നു, നിങ്ങൾ പരമ്പരാഗത രീതിയിൽ കോൺഗ്രസിന് ഹാർനസ് ചെയ്യാവുന്ന വോട്ടുകൾ പരിമിതമാണ്, ഒരു സാച്ചുറേഷൻ ലെവലിൽ എത്തി നിൽക്കുന്നു. ഞാൻ കൊണ്ടുവരാൻ പോകുന്ന ഒരു പുതിയ മുഖം, പുതിയ കർമ്മ പദ്ധതികൾ, അത് ആകർഷിക്കപ്പെടാൻ ഒരുപാട് പേര് കാത്തു നിൽക്കുന്നു. അങ്ങനെയെങ്കിലേ കോൺഗ്രസ് മുന്നോട്ട് ഞാൻ ഇവിടെയുണ്ട്, എന്നെ പരിഗണിക്കേണ്ടതാണ്. ഞാൻ ഒന്ന് ആരോടെങ്കിലും സംസാരിച്ചാൽ കേരളം മുഴുവൻ, ദേശീയ രാഷ്ട്രീയം മുഴുവൻ അത് ചർച്ച ചെയ്യും എന്ന ഉറച്ച ബോധ്യം അദ്ദേഹത്തിനുണ്ട്. അത് ഓർമ്മപ്പെടുത്തുക, അത് തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ അത് തന്നെയാണ് ശ്രീ മോഹൻ വർഗീസ് അദ്ദേഹം ചെയ്തത് എന്ന് ഞാനും വിചാരിക്കുന്നു. ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, അങ്ങനെ അവനവന്റെ നിറഞ്ഞു നിൽപ്പിന് അല്ലെങ്കിൽ അവനവൻ തൊടുത്തുവിടുന്ന ഒരു വിവാദത്തിന്റെ ആളിക്കത്തലുകൾ കണ്ട് നിർനിമേഷനായി മൗനിയായി ഇരിക്കാൻ കഴിയുന്ന ഒരാൾക്ക് ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് മത്സരിച്ച ഒരാളാണ്. പാർട്ടിയുടെ ചട്ടവട്ടത്തിന് ഉള്ളിൽ നിൽക്കുന്നതല്ല എന്ന് പ്രഖ്യാപിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? ഇത്രയും കാലം പോരെ ഒരു കോൺഗ്രസ്സുകാരനായ ശശി തരൂര് മാറാൻ? അങ്ങനെയല്ലെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് ഇപ്പോൾ പോയ കാലത്ത് വലിയ വിവാദമുണ്ടായപ്പോൾ അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനാകണമെന്ന് ആവർത്തിച്ച് പറയുകയുണ്ടായി. കോൺഗ്രസിലെ എല്ലാ നേതാക്കളും അന്നങ്ങനെ നിന്നില്ല. പക്ഷേ ഇതിലേറെ താങ്ങാൻ കഴിയുമോ കോൺഗ്രസിന് കേരളത്തിൽ? മാധു, നമ്മുടെ ശശി തരൂർ ഇപ്പോഴും
ഒരു നല്ല രാഷ്ട്രീയക്കാരനായിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹം നല്ലൊരു കോൺഗ്രസ്സുകാരനും ആയിട്ടില്ല. മോഹൻ വർഗീസിൻ്റെ വാക്കുകൾ ഞാൻ ഇവിടെ കേൾക്കുകയുണ്ടായി. അദ്ദേഹം ഒരു പുതിയ മുഖം കൊണ്ടുവരാൻ പോകുന്നു, പുതിയ ചിന്ത കോൺഗ്രസ്സിൽ അല്ലെങ്കിൽ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ അവതരിപ്പിക്കാൻ പോകുന്നതൊക്കെ അദ്ദേഹം പറഞ്ഞു. നല്ല കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായാൽ നല്ലതാണ്. അദ്ദേഹം 2009 ആദ്യം മത്സരിക്കുന്നത് അല്ലേ? അതിനുശേഷം എത്ര വർഷങ്ങളായി? ഞാൻ ഒറ്റ കാര്യം ചോദിക്കുക, അദ്ദേഹം ഈ കോൺഗ്രസ്സിന് വേണ്ടി എന്താ ചെയ്തിട്ടുള്ളത്? എന്താ കോൺട്രിബ്യൂഷൻ സോഫാർ? വെറുതെ നമ്മൾ വിശ്വപൗരൻ, അത് അക്കാഡമീഷ്യൻ, ബുദ്ധിജീവി, അല്ലെങ്കിൽ പ്രഭാഷകൻ, എഴുത്തുകാരൻ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ഇങ്ങനെ ഉയർത്തി ഹിമാലയത്തോളം കൊണ്ടുവരുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കേണ്ട ഒരൊറ്റ കാര്യമാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം എന്താ കേരളത്തിലെ ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്? അദ്ദേഹത്തിൻ്റെ പോഡ്കാസ്റ്റ് അത് ഞാൻ മുഴുവനായിട്ട് വളരെ ശ്രദ്ധാപൂർവം വായിച്ച ഒരാളാണ്. അദ്ദേഹം എന്താണ് അതിനകത്ത് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം സ്വയം പ്രൊജക്റ്റ് ചെയ്യുന്ന ചില രീതികൾ. ഞാൻ ഇവിടെ ഉണ്ട്, ഞാൻ ഇതങ്ങ് ഏറ്റെടുത്തോളാം, ഞാൻ കേരളത്തിൻ്റെ സർവ്വതോന്മുഖമായ ചില നേട്ടങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം അങ്ങോട്ട് സമർപ്പിച്ചിരിക്കാം. അദ്ദേഹം പറയുന്നത് ഞാനൊരു സാധാരണ രാഷ്ട്രീയക്കാരനല്ലെന്ന. പിന്നെ അദ്ദേഹം എന്ത് രാഷ്ട്രീയക്കാരനാ? സാധാരണ രാഷ്ട്രീയക്കാരനല്ലാതെ എന്ത് രാഷ്ട്രീയക്കാരനാ? 4 തവണ കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് ജയിപ്പിച്ചു വിട്ട കോൺഗ്രസിനോട് പ്രതിബദ്ധതയില്ലാത്ത ഒരാൾ. അദ്ദേഹം മറ്റെന്താണ്? സാധാരണ രാഷ്ട്രീയക്കാരനല്ലാതെ അദ്ദേഹം എന്താണ്? ഞാൻ മറ്റൊരാളിനെ ഈ ചർച്ചയിൽ ഒന്ന് പരിചയപ്പെടുത്താം. നമ്മുടെ അരുന്ധതി റോയ്. അരുന്ധതി റോയ് ഇതുപോലൊക്കെ എഴുതുകയും സംസാരിക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ്. എഴുത്തിൻ്റെ വോള്യം ഒരുപക്ഷെ ശശി തരൂരിനൊപ്പം വന്നില്ല എന്ന് വരും, പക്ഷെ അതിൻ്റെ ഈടിൻ്റെ കാര്യത്തിൽ ഏതാണ്ടൊക്കെ തുല്യമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അവർക്ക് ആരെ വേണേലും വിമർശിക്കാം. കാരണം എന്താണെന്നറിയാമോ? അവരൊരു പാർട്ടിയിലെ അംഗമല്ല. ആ പാർട്ടിയുടെ ഭാഗമായിട്ട് അവർ 4 തവണ MP ആയിട്ടില്ല, 2 തവണ മന്ത്രിയായിട്ടില്ല, അതുപോലെ തന്നെ പാർലമെന്റിലെ വളരെ പ്രധാനപ്പെട്ട വകുപ്പുകളുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടില്ല. കോൺഗ്രസ് പോലൊരു പാർട്ടിയുടെ പരമോന്നത നയരൂപീകരണ സമിതിയായ വർക്കിംഗ് കമ്മിറ്റിയിൽ അംഗമായിട്ടില്ല. അപ്പോൾ അവർക്ക് ആരെ വേണേലും വിമർശിക്കാം. LDFനെ, ലെഫ്റ്റിനെ വിമർശിക്കാം, BJPയെ വിമർശിക്കാം, കോൺഗ്രസിനെയും വിമർശിക്കാം. ഇവിടെ സംഭവിക്കുന്ന എന്താ? എനിക്കിതെല്ലാം വേണം, ഞാനിതെല്ലാം ആയി. ഇതൊക്കെ കോൺഗ്രസ് കൊടുത്തതാ, അല്ലാതെ വെറുതെ ആരും തന്നതൊന്നുമല്ല. ആ പോഡ്കാസ്റ്റിൻ്റെ തുടക്കത്തിൽ മാധു നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം പറയുന്നുണ്ട് എന്നെ ക്ഷണിച്ചുകൊണ്ട് വന്നതാണെന്ന്. കേരളത്തിലെ കോൺഗ്രസ് ക്ഷണിച്ചുകൊണ്ട് വന്നതാണെന്ന്. ആര് ക്ഷണിച്ചുകൊണ്ട് വന്നു? അദ്ദേഹം തിരുവനന്തപുരത്ത് വരുന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അദ്ദേഹം ടെക്നോ പാർക്കിൽ AABC എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ചെയർമാനായിട്ടാണ് വന്നത്. അതത്ര ശോഭിച്ചില്ല, അത് വേണ്ട പോലെ നടന്നില്ല. അതിനുശേഷം അദ്ദേഹത്തെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ ഓരോരുത്തരുടെയും വീടുകളിൽ കൊണ്ടുപോയി കാണിച്ചത് ആരാ? നമ്മുടെ ഈ അംബാസഡർ ശ്രീനിവാസനോട്, TP ശ്രീനിവാസൻ, അദ്ദേഹത്തിനൊരു പങ്കുണ്ട്. ചോദിച്ചു നോക്കിയാൽ അദ്ദേഹം ചിലപ്പോൾ പറഞ്ഞേക്കും. പന്തളം സുധാകരൻ, ഇവരൊക്കെയാണ് അദ്ദേഹത്തെ ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കളുടെ അടുത്ത് കൊണ്ടുപോയത്. ഉമ്മൻചാണ്ടിയെ കാണാൻ പോയത് ഒരു വെളുപ്പിന് 6 മണിക്കാണ് അവിടെ പോയിട്ട് സംസാരിക്കുന്നത്. അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വയലാറിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരുന്നതിന് എതിരാണ്. അപ്പോൾ അദ്ദേഹത്തിന് സീറ്റ് ചോദിച്ചു വാങ്ങുകയാണ് ചെയ്തത്. എൻ്റെ അന്നത്തെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആയില്ലായിരുന്നെങ്കിൽ ഇവിടുത്തെ LDFൻ്റെ സ്ഥാനാർത്ഥി ആകുമായിരുന്നു. ഇതൊന്നും ആരും ക്ഷണിച്ചോണ്ട് എന്തെങ്കിലും കണ്ട് അദ്ദേഹത്തെ ഒട്ടും ചെറുതാക്കാൻ പറയുന്നതല്ല. UN-ന്റെ 50 അണ്ടർ സെക്രട്ടറി ജനറൽമാരിൽ ഒരാളായിരുന്നു, അതിനപ്പുറത്തൊന്നും ആയിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് കൊടുത്തതെല്ലാം ഇന്ത്യയിൽ, കേരളത്തിൽ അദ്ദേഹത്തിന് കൊടുത്ത പദവികളെല്ലാം കോൺഗ്രസ് കൊടുത്തതാണ്. എന്നിട്ടാണ് അപ്പോൾ അദ്ദേഹം കോൺഗ്രസിനുള്ളിൽ നിന്നുകൊണ്ട് ഞാനൊരു വ്യത്യസ്തനായ രാഷ്ട്രീയക്കാരനാണെന്നും സാധാരണ ആളല്ല, സതീശനെ പോലെയോ രമേശ് ചെന്നിത്തലയെ പോലോ അല്ലെങ്കിൽ യുവരാജയെ പോലോ എന്നുള്ളൊരു നേതാവല്ല, ഞാൻ വളരെ വ്യത്യസ്തനാണ്, എനിക്ക് വ്യത്യസ്തമായ രീതിയിൽ സംസാരിക്കണം, എനിക്കെൻ്റെ അഭിപ്രായങ്ങൾ പറയണം. അത് ചിലപ്പോൾ പാർട്ടിക്കെതിരായിരിക്കും, പാർട്ടിയുടെ നിലപാടുകൾക്കെതിരായിരിക്കും, പാർട്ടിയുടെ നയപരിപാടികൾക്കെതിരായിരിക്കും, പക്ഷേ എനിക്കത് പറയണം. അതിനോട് മാത്രമേ എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ളൂ. അദ്ദേഹം കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവാൻ സർവ്വതാ യോഗ്യനാണ് ഞാൻ എന്ന് പറയുന്നതിനോടും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല, അതിലും വലിയ തെറ്റൊന്നുമില്ല. പക്ഷേ എനിക്കിത് വേണം, ഞാൻ ഈ പാർട്ടിയിൽ നിൽക്കും, ആ പാർട്ടി തരുന്നതെല്ലാം സ്വീകരിക്കും. ഞാൻ എന്തോ വളരെ വ്യത്യസ്തനായ ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ അഭിപ്രായം അനുസരിച്ച് ഞാൻ ചിലപ്പം പ്രധാനമന്ത്രിയെ വാഴ്ത്തും, ഞാൻ പിണറായി വിജയനെ വാഴ്ത്തും. ഇവിടെ ആലോചിച്ച് നോക്കണം, നിങ്ങൾ അമേരിക്കൻ യാത്രയെക്കുറിച്ച്, അമേരിക്കൻ സന്ദർശനത്തെക്കുറിച്ച് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ അതൊരു വിജയമായിരുന്നു എന്ന് ശശി തരൂരിനെ പോലെ ഈ രംഗത്ത് വലിയ പരിചയമുള്ള ഒരാൾ പറയുന്നത്? എന്താണ് ഇന്ത്യക്ക് ലഭിച്ചത്? ഇന്ത്യക്ക് എന്തെങ്കിലും അനുകൂലമായ
വാണിജ്യ രംഗത്ത് അല്ലെങ്കിൽ പിന്നെ മറ്റു വ്യവസായ രംഗത്ത് എന്തെങ്കിലും കോൺഗ്രസിനെ പ്രതിരോധത്തിൽ നിർത്തുന്നതായിരുന്നു. അത് ആ സമയത്ത് രാഷ്ട്രീയമായി അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ ഏറെ ചർച്ച ചെയ്യുകയും അതിന്റെ ഗുണഫലം എടുക്കുകയും ഒക്കെ ചെയ്യുകയും ചെയ്തു. ഞാൻ അങ്ങേലേക്ക് വരാം ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം. ഡോക്ടർ പ്രേംകുമാർ, ഇപ്പോൾ ഈ പറഞ്ഞു നിർത്തിയ ഇടത്ത് തന്നെ ശശി തരൂരിന്റെ പ്രസ്താവന കേരളത്തിൽ വലിയ തോതിൽ CPM പ്രചാരണ വിഷയമാക്കുന്ന, വലിയ തോതിൽ പ്രചരിപ്പിക്കുന്ന സംഭവങ്ങളുണ്ടായത് കോൺഗ്രസിനെ ചൊടിപ്പിക്കുകയും കോൺഗ്രസിലെ നേതാക്കളെല്ലാം അതുമായി ബന്ധപ്പെട്ട് അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കുകയും ചിലർ പരിഹസിക്കുകയും ഒക്കെ ചെയ്തു. അത് ഒരു പശ്ചാത്തലം അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഈ ഇന്റർവ്യൂവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ ശ്രീ മോഹൻ വർഗീസിനോട് ചോദിച്ചു, ഈ വിവാദങ്ങളൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ, ഈ ചർച്ചകൾ മുഴുവൻ നടക്കുമ്പോൾ അത് ഒരു പാർട്ടിയുടെ ഈ പറയുന്ന സംഘടനാ ശ്രേണിയെ, ശേഷിയെ ഒക്കെ ബാധിക്കുമ്പോൾ, നേതാക്കൾ നേരിട്ടതുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കുമ്പോഴൊക്കെ ഒരു മിനിമം ഉത്തരവാദിത്തം, ഞാനിതല്ല പറഞ്ഞത് എന്ന നിലയ്ക്ക് ഇത് ചോദ്യം ചെയ്യപ്പെടുന്നത് അവനവനെ കൂടിയാണല്ലോ എന്ന അർത്ഥത്തിലെങ്കിലും പ്രതികരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതായിരുന്നില്ലേ? അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു ലക്ഷ്യമുണ്ട് എന്നത് വിചാരിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും CPIM-ന്റെ ആളുകൾ ശശി തരൂരിന്റെ പ്രസ്താവനയെ ആഘോഷിച്ചത് കേരളത്തിൽ ഒരു സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം ഫ്രണ്ട്ലി ആയിട്ടുള്ള, ബിസിനസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ട് എന്ന് അന്താരാഷ്ട്ര പഠനങ്ങളെയും മറ്റേ നീതി ആയോഗിൻ്റെയും ഒക്കെ റിപ്പോർട്ട്സ് ഇല്ലസ്ട്രേറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന്റെ OPED പേജിൽ എഴുതിയ ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടിട്ടാണ്. രണ്ടാമത്തെ ഇന്റർവ്യൂവിന്റെ കാര്യത്തിൽ CPM-ന്റെ നേതാക്കന്മാരും തന്നെ റെസ്പോണ്ട് ചെയ്തായിട്ട് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളുടെ മധുവിന്റെ ടൈറ്റിൽ അനുസരിച്ചിട്ടാണെങ്കിൽ കോൺഗ്രസിന് ശശി തരൂരിന് വേണ്ടേ എന്നാണ് ചോദ്യമെങ്കിൽ വേണ്ട എന്നൊന്നും കോൺഗ്രസ് പറഞ്ഞിട്ടില്ല. പക്ഷെ ശശി തരൂർ പറയുന്ന രീതിയിൽ വേണ്ട എന്നുള്ളതാണ്. അത്രയ്ക്ക് കാറ്റ് വേണ്ട എന്ന് ശ്രീനിവാസൻ പറയുന്ന പോലെ ശശി തരൂർ വേണം, പക്ഷെ AICC പ്രസിഡന്റ് ആവണം എന്ന് പറഞ്ഞാൽ വേണ്ട, KPCC പ്രസിഡന്റ് ആവണം എന്ന് പറഞ്ഞാൽ വേണ്ട, അടുത്ത ഇലക്ഷനിൽ കേരളത്തിൽ കോൺഗ്രസിനെ UDF-നെ ഞാൻ നയിക്കാം എന്ന് പറഞ്ഞാലും വേണ്ട. അത് വേണ്ടാത്ത കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇലക്ഷനിൽ കോൺഗ്രസിനെ നയിച്ചു കഴിഞ്ഞിട്ട് അടുത്ത പ്രതിപക്ഷ നേതാവാകാൻ ഒരു തരത്തിൽ യോഗ്യനല്ല തരൂർ ലീഡർ ഓഫ് ഓപ്പോസിഷൻ കേരള എന്നുള്ളത് വളരെ മോശം ഒരു ടാഗായിരിക്കും അദ്ദേഹത്തിന്. അതുകൊണ്ട് ആ സാഹസത്തിലേക്ക് അദ്ദേഹം ഇറങ്ങരുതെന്ന് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ സണ്ണിക്കുട്ടി എബ്രഹാം വളരെ കൃത്യമായിട്ട് കോൺഗ്രസ് പൊളിറ്റിക്സിന്റെ ആ ഒരു സ്പിരിറ്റ് ഉൾക്കൊണ്ട് പക്ഷേ ഇമ്പാർഷ്യലായിട്ട് പറയുന്ന ആളാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹം പറഞ്ഞതിലൂടെ ഞാൻ യോജിക്കുകയാണ്. കാരണം നിങ്ങളൊരു പാർട്ടിയിലെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുകയും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് ശശി തരൂർ. 3 തവണ MP ആയിരുന്ന ആളാണ്. അതിനുള്ളിൽ ഇരുന്നു കൊണ്ട് ആ പാർട്ടിയുടെ നിലപാടുകൾക്കൊക്കെ എതിരെ വർത്താനം പറഞ്ഞിട്ട് അതിന്റെ മുകളിൽ നിന്നിട്ട് മീഡിയയുടെയും അതിനെ പുറത്തുള്ള ആളുകളുടെയൊക്കെ സപ്പോർട്ട് സ്വീകരിക്കുന്നത് അത് ഏത് പാർട്ടിയിലായിരുന്നാലും ഒരു ആശാസ്യമായ ഒരു പരിപാടിയല്ല, സത്യത്തിൽ തരൂരിന് അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഇലക്ഷനെ നയിക്കാൻ കഴിയണം, ഈ പറയുന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുടെ പട്ടികയിലേക്ക് വരണം എന്നുള്ളതൊക്കെയാണ്. അങ്ങൊരു ഇടത് സഹയാത്രികൻ എന്ന ലേബലിൽ ഇരിക്കുമ്പോൾ അങ്ങേക്ക് അദ്ദേഹം പ്രതിപക്ഷ നേതാവായി ഇരിക്കുന്ന ഒരു കാലത്തെക്കുറിച്ചാണ് പറയാൻ കഴിയുകയും ചെയ്യുന്നത്. എന്നിരുന്നാലും ശരി, ഇനി അങ്ങയുടെ ആ കാഴ്ചപ്പാടിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് പറയാം, പ്രതിപക്ഷ നേതാവായിരുന്നിട്ട് ഞാൻ ഒരു കോൺഗ്രസ്സുകാരനല്ല, എനിക്ക് അതിന്റെ ചട്ടക്കൂടിൽ നിന്ന് പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് തരൂർ പറഞ്ഞാൽ ആകെ പെട്ടുപോവില്ലേ കോൺഗ്രസ്സുകാർ? അല്ല, അത് മാത്രമല്ല, ശശി തരൂർ ഈ പറഞ്ഞ പോലെ ഒരു കോസ്മോപൊളിറ്റൻ ആണ്, സംശയമൊന്നുമില്ല. ഗംഭീരമായിട്ട് ഇന്ത്യൻ ഹിസ്റ്ററിയും വേൾഡ് ഹിസ്റ്ററിയും ഒക്കെ പഠിച്ച് മനഃപ്പാടമാക്കിയ ആളാണ്, നല്ല വായനക്കാരാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ ഗ്രൗണ്ട് റിയാലിറ്റിയിൽ, ഗ്രൗണ്ട് പൊളിറ്റിക്സിൽ, അതായത് തിയറിറ്റിക്കൽ നോളജ് എന്നുള്ളതും പ്രാക്ടിക്കൽ പൊളിറ്റിക്സ് എന്നുള്ളതും ഏത് ഫീൽഡിലാണെങ്കിൽ രണ്ടും രണ്ട് തന്നെയാണെന്നേ. നിങ്ങൾ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ 10 PhD എടുത്തു എന്നുള്ളതുകൊണ്ട് കാര്യമില്ലല്ലോ. ഗ്രൗണ്ടിലുള്ള പൊളിറ്റിക്സ് എന്നുള്ളത് വേറൊരു സാധനമാണ്. കേരളത്തിൽ പ്രതിപക്ഷ നേതാവാകാനോ മുഖ്യമന്ത്രി ആവാനോ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവാനോ കോൺഗ്രസിനുള്ളിൽ ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയോ K സുധാകരനോ VD സതീശനോ ഉള്ള യോഗ്യത പോലും ആ അർത്ഥത്തിൽ ശശി തരൂർ ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹത്തിന് എൻ ബ്ലോക്കായി വോട്ട് കിട്ടുകയും അദ്ദേഹത്തിന് വിജയത്തിന് തന്നെ കാരണമാവുകയും ചെയ്തൊക്കെ തീരദേശ മേഖലയിൽ നിന്നുള്ള വോട്ടുകളാണ്. കോൺഗ്രസിനെ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച വോട്ട് എന്ന് പറയുന്നത്. അവിടെ ഈ കാലയളവിലുണ്ടായ പല പ്രശ്നങ്ങളുണ്ട്. വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട്, ഇടയ്ക്ക് വലിയ തോതിൽ സാമുദായിക വിഷയങ്ങളുണ്ടായി. ഇപ്പം ഏറ്റവും ഒടുവിൽ താൻ നോക്കൂ, കേരളം വലിയ ആശങ്കയോടുകൂടി ചർച്ച ചെയ്യുന്ന കടൽ മണൽ ഖനനമടക്കമുള്ള വിഷയങ്ങളുണ്ട്. ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അതിലൊക്കെ അദ്ദേഹത്തിന് ഈ പറയുന്ന കോൺഗ്രസ് ഈ അമേരിക്കൻ സന്ദർശനത്തെക്കുറിച്ചും നമ്മുടെ മറ്റു കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ നീളത്തിൽ ഇന്റർവ്യൂവും നീളത്തിൽ അഭിപ്രായ പ്രകടനവും ഒക്കെ ഉണ്ടല്ലോ. ഈ വിഷയങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ടോ? ഈ വിഷയങ്ങളിൽ ജനങ്ങളോടൊപ്പം നിൽക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ടോ?
അതായത് കഴിഞ്ഞ ഇലക്ഷനിൽ, ലോക്സഭാ ഇലക്ഷനിൽ തിരുവനന്തപുരത്തെ വോട്ട് കണക്ക് നോക്കിയാൽ നമുക്കറിയാം ശശി തരൂരിന്റെ ഹാലോ കൊണ്ടൊന്നുമല്ല അദ്ദേഹം ജയിച്ചിട്ടുള്ളത്. കൃത്യമായി കോൺഗ്രസിന്റെ പ്രവർത്തകരും പിന്നെ BJPയുടെ സ്ഥാനാർത്ഥി ജയിക്കരുത് എന്ന് തീരുമാനിച്ചതിന്റെ ഫലത്തിലുള്ള, അതിന്റെ അടിസ്ഥാനത്തിലുള്ള ക്രോസ് വോട്ട് നേടിയിട്ടാണ് അദ്ദേഹം വിജയിച്ചിട്ടുള്ളത്. ആദ്യത്തെ തവണ അദ്ദേഹം MP ആയതിൽ അദ്ദേഹത്തിന്റെ ആ ഇന്റർനാഷണൽ ഹാലോ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ബാക്കിയുള്ള തോന്നലുകളൊക്കെ ശശി തരൂരിന്റെ സുന്ദരമായ ഭാവനയിൽ തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ വിചാരിക്കുന്നത്. കേരളത്തിൽ മുഴുവൻ UDFനെയും കോൺഗ്രസിനെയും ശക്തിയാക്കാൻ തനിക്ക് പറ്റുമെന്നൊക്കെ ഉള്ളത്. തമാശയ്ക്ക് പോലും ഇപ്പൊ ജേക്കബ് ജോർജിനേറെ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഷാഫി പറമ്പിലിനെ കണ്ടാൽ ഹായ് വിഷ്ണുനാഥ് എന്ന് ഇപ്പോഴും സല്യൂട്ട് ചെയ്യുന്ന, പക്ഷെ 1848 എത്ര ആളുകൾ സിൽക്ക് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിരുന്നു എന്നും എത്ര ടൺ സിൽക്ക് എന്താ പറയാ ബ്രിട്ടീഷുകാരൻ കടത്തിക്കൊണ്ടുപോയി എന്നും തെറ്റാതെ പറയുന്ന തരൂരിന് കോൺഗ്രസിന്റെ അകത്തുള്ള യുവനിര നേതാക്കളുടെ പേര് പോലും പലതും ഓർക്കാൻ പറ്റുന്നില്ല എന്ന് അവര് തന്നെ തമാശയ്ക്ക് പറയാറുണ്ട്. അതാണ് ഇദ്ദേഹത്തിന് ഗ്രൗണ്ട് പൊളിറ്റിക്സിലുള്ള ഒരു 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 ആക്സസ് എന്നുള്ളത്. അങ്ങനെ ഒരു ആക്സസ് വെച്ചുകൊണ്ട് ഇദ്ദേഹം പറയുന്ന രീതിയിൽ കോൺഗ്രസിന്റെ അകത്ത് എന്തെങ്കിലും ചെയ്തു കളയാമെന്ന് വിചാരിക്കുന്ന വെറുതെയാണ്. അതിനേക്കാൾ കോംപ്ലിക്കേറ്റഡ് ആയ കാര്യമാണ് ഇനിയൊരു പുതിയ നേതാവിനെ കൂടെ, അതായത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കായിരുന്നാലും KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്കായിരുന്നാലും മിനിമം 1/2 ഡസൻ ആളുകൾ കുപ്പായം തുന്നി വെച്ചിട്ട് ഡൽഹിയിൽ പോയിട്ട് ഭയങ്കരമായ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇനി അടുത്തൊരു കാൻഡിഡേറ്റിനും കൂടെ ഉൾക്കൊള്ളാൻ കേരളത്തിലെ കോൺഗ്രസിന് പറ്റില്ല. ഇതിനേക്കാൾ ഒക്കെ ഇന്നത്തെ ദിവസം പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇസാൻ ജഫ്രി എന്നുള്ള കോൺഗ്രസിന്റെ MPയുടെ രക്തസാക്ഷി ദിനമാണെന്ന്. കോൺഗ്രസ്സുകാർക്ക് ആർക്കും ഓർമ്മയില്ലാത്ത ദിവസമാണ്. അവരിന്ന് ആരാണ് അടുത്ത KPCC പ്രസിഡന്റ് ആവേണ്ടത് എന്നുള്ള തർക്കം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡൽഹിയിൽ. ഞാൻ ആദ്യം തുടങ്ങിയത് അങ്ങയിൽ നിന്നാണ്. എന്നിരുന്നാലും ഞാൻ രണ്ടാം ഘട്ടത്തിൽ ഈ ചർച്ച ശ്രീ എന്നോട് ക്ഷമിക്കണം ശ്രീ ക്ഷമിക്കണം അല്ലല്ല സണ്ണിക്കുട്ടി എബ്രഹാമിൽ നിന്ന് തുടങ്ങാം എന്ന് വിചാരിക്കുകയാണ്. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, കഴിഞ്ഞ ദിവസം നമ്മുടെ പത്മജ വേണുഗോപാൽ സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകുമ്പോൾ ആ രീതിയിൽ കർക്കശമായ വാക്കുകളൊക്കെ ഉപയോഗിക്കാം. എന്നിരുന്നാൽ പോലും പറഞ്ഞൊരു കാര്യമുണ്ട്, ഡൽഹിക്ക് പോയിട്ട് കയ്യും വീശി വരും എന്നുള്ളത്. പാർട്ടിയെ സജ്ജമാക്കാൻ, തിരഞ്ഞെടുപ്പിന് ഒരുങ്ങാൻ, പുതിയ നേതൃമാറ്റം അടക്കമുള്ള കാര്യങ്ങളിൽ എന്തു തീരുമാനമെടുക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ ഡൽഹിക്ക് പോയിട്ട് നേതൃമാറ്റമില്ല, നേതൃമാറ്റം ഇപ്പോഴില്ലെന്ന് മാത്രമല്ല ഉടനില്ല തുടങ്ങിയ ഒരുപാട് കാലത്തെ പ്രതീക്ഷകളൊക്കെ അല്ലെങ്കിൽ ചർച്ചകളൊക്കെ അങ്ങനെ തന്നെ ബാക്കി വെച്ചിട്ട് ഈ നേതൃസംഘം തിരികെ വരികയാണ്. ഇപ്പോൾ സുധാകരൻ അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞു, എനിക്ക് കിട്ടാനുള്ളതെല്ലാം പാർട്ടിയിൽ നിന്ന് കിട്ടി, ഞാൻ സംതൃപ്തനാണ്, ഹൈക്കമാൻഡ് എന്ത് തീരുമാനമെടുത്താലും ശരി എന്നുള്ളതൊക്കെ. പക്ഷെ അതിനപ്പുറത്തുള്ള ചില കളികൾ നടക്കുന്നുണ്ട്. ശശി തരൂർ തന്നെ അദ്ദേഹത്തിനെ പിന്തുണച്ചിട്ടുണ്ട്, മുരളീധരൻ പിന്തുണച്ചിട്ടുണ്ട്, അങ്ങനെ പല കാര്യങ്ങൾ അവിടെ നിൽക്കുന്നു. എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നമുണ്ട് എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് പോലും അഭിപ്രായ വ്യത്യാസമില്ല എന്ന് തോന്നുന്നു. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ ഒരു പുതിയ സംവിധാനം, കുറച്ച് കൂടി ഒരു സപ്പോർട്ട് സിസ്റ്റം, വർക്കിംഗ് പ്രസിഡന്റുമാരോ അങ്ങനെ എന്തെങ്കിലും ഒരു സംവിധാനം, ഇതൊന്നുമില്ലാതെയാണ് ഡൽഹിക്ക് പോയി തിരിച്ചു വരുന്നത്. അപ്പോൾ ആ യാത്ര അങ്ങനെ വെറുതെ ഡൽഹി കണ്ടു മടങ്ങി വരാനുള്ളതായിരുന്നു, അതോ തരൂരിന് ഒരു തടയിടാം എന്ന നിലയ്ക്കുള്ളതായിരുന്നു? അതിനുമുമ്പായിട്ട് 2 വാചകങ്ങൾ മധു. നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ ശശി തരൂരിനെ കോൺഗ്രസ് പാർട്ടിക്ക് പുറത്തുള്ള വലിയ സ്വാധീനത്തെ പറ്റിയും ഒക്കെ ഇവിടെ പറയുകയുണ്ടായല്ലോ. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ 4 തിരഞ്ഞെടുപ്പുകളിലെ വോട്ട് ഒന്ന് നോക്കണം. ആദ്യത്തെ തവണ 1 ലക്ഷം ഭൂരിപക്ഷം 1 ലക്ഷം വോട്ടിന് 10-50 വോട്ട് കുറവാണ്. രണ്ടാമത്തെ തവണയാകുമ്പോഴേക്ക് അത് വീണ്ടും വീണ്ടും കുറയുന്നുണ്ട്. പിന്നീട് 2 തിരഞ്ഞെടുപ്പുകളിൽ 16,000 വോട്ടിനടുത്താണ്. ഈ 2024 അടക്കം 16,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം കിട്ടിയത്. അദ്ദേഹം തിരുത്തിയല്ലോ. ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പോഡ്കാസ്റ്റ് ഒരു തിരുത്ത് വരുത്തിയ എന്താ, ഞാൻ കേരളത്തിൽ നേതാക്കളില്ല എന്ന് പറഞ്ഞിട്ടില്ല. അത് ശരി, അത് പത്രവും അത് സമ്മതിച്ചു, ട്രാൻസ്ലേഷനിൽ വന്ന പിശകാണെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം പറഞ്ഞെന്താ, ഇവിടെ കോൺഗ്രസിന് പ്രവർത്തകന്മാരില്ലെന്ന്. പ്രവർത്തകന്മാരില്ലാഞ്ഞിട്ടാണോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായ ഒരു മത്സരം നടക്കുമ്പോൾ, ഇവിടെ നേരത്തെ മാധു തന്നെ പറഞ്ഞ പോലെ വിഴിഞ്ഞം സമരമടക്കമുള്ള കാര്യങ്ങളിൽ കോൺഗ്രസിൻ്റെയും ശശി തരൂരിൻ്റെയും വോട്ട് ബാങ്കായിരുന്ന ലത്തീൻ കത്തോലിക്കൽ ഒരു സമരം നടത്തുമ്പോൾ അതിനെ പരസ്യമായിട്ട് എതിർത്തിട്ട് അദാനിക്ക് വേണ്ടി സംസാരിച്ചിട്ട് അദ്ദേഹം മത്സരിക്കുമ്പോൾ എങ്ങനെയാണ് ജയിച്ചത്? ഈ കോൺഗ്രസ് പ്രവർത്തകന്മാരില്ലാഞ്ഞിട്ടാണോ? ആ പ്രവർത്തകന്മാർ അഹോരാത്രം ഈ തീരദേശത്ത് പ്രവർത്തിച്ചിട്ടാണ്. ഞാൻ ഈ മാതൃഭൂമിയിൽ ഈ വിഷയമായിട്ട് ആദ്യമായിട്ടാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് ഒരൊറ്റ കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ തെരഞ്ഞെടുപ്പിന് 2 ദിവസം മുമ്പ് ഞാൻ നേരത്തെ ചർച്ചകളിൽ പറഞ്ഞതാണ്, ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ ഇവിടെ വന്ന് ആർച്ച് ബിഷപ്പ് തോമസ് നെറ്റോയെ കാണാനൊരു ശ്രമം നടത്തി. അവർ എറണാകുളത്ത് സീറോ മലബാർ സഭയുടെ നേതാക്കളുമായിട്ട് സംസാരിച്ചതാണ്.
അതിലൊരു പ്രധാനപ്പെട്ട നേതാവ് നെറ്റോ പിതാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന ഗവർണർ വരുന്നുണ്ടെന്ന് കാണണമെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് അറിയാമോ മാധു? ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ ഞാൻ അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിക്കുന്നില്ല, കാണുന്നില്ല എന്നാ. അന്ന് തോമസ് നെറ്റോ, ആർച്ച് ബിഷപ്പ് തോമസ് നെറ്റോ അന്ന് ഈ ലഫ്റ്റനന്റ് ഗവർണറെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ, ഒരു ഓഡിയൻസ് കൊടുത്തിരുന്നെങ്കിൽ അത് നൽകുന്ന സന്ദേശം മറ്റൊന്നാകുമായിരുന്നു. തീരദേശത്തെ വോട്ടുകൾ തരൂരിന് അനുകൂലമായി വീഴില്ലായിരുന്നു. വിശ്വപൗരൻ ലോക്സഭയിൽ എത്തുകയില്ലായിരുന്നു. ഈ യാഥാർത്ഥ്യങ്ങൾ മറന്നുകൊണ്ട് നമ്മളൊരു അമാനുഷനെ, ചില സിനിമകളിൽ മോഹൻലാലിനെയൊക്കെ അവതരിപ്പിക്കുന്നത് പോലെ ഒരു അമാനുഷ ഒരു പ്രതിരൂപം അദ്ദേഹത്തിന് നൽകിയിട്ട് നമ്മൾ എന്തൊക്കെയോ അദ്ദേഹത്തിൽ ആരോപിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് അത് ചെയ്യുന്നവര് പിന്നീടൊന്ന് ആലോചിക്കുന്ന നന്നായിരിക്കും. ഇന്ന് ഇപ്പോ ചോദ്യം ഇന്നിപ്പോ അത് വരികയാണ് ആ ചോദ്യത്തിലേക്ക് വരികയാണ്. ഇന്നിപ്പോ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇന്ന് ഈ സമ്മേളനത്തിൽ ആ യോഗം AICC ഓഫീസിൽ എനിക്ക് തോന്നുന്നു കേരളവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ യോഗമായിരിക്കണം. ഇത് വെറുതെ പോയതല്ല. ഇത് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന 2 സംസ്ഥാനങ്ങളിൽ, അസം അതുപോലെ കേരളം, അവിടുത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി തന്നെയാണ് പോയത്. അതിനുശേഷം എല്ലാവരും സംസാരിക്കുന്നത് നമ്മൾ കേട്ടു. എല്ലാവരും, പ്രതിപക്ഷ നേതാവ്, KPCC പ്രസിഡന്റ്, എല്ലാവരും സംസാരിച്ചു. ബെന്നി ബെഹനാൻ സംസാരിച്ചു. പക്ഷേ ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഈ യോഗത്തിൽ അഡ്രസ്സ് ചെയ്തോ? ചെയ്യാതെ എങ്ങനെയാണ് ഈ പാർട്ടിക്ക് മുന്നോട്ട് പോവുക? നല്ല സുകുമാരമായ ചില വാക്കുകളിൽ, മനോഹരമായ വാക്കുകളിൽ ഞങ്ങൾ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഐക്യമാണ്, ഞങ്ങൾ ഒന്നിച്ചു നിൽക്കും, ഞങ്ങൾ LDFനെ തോൽപ്പിക്കും, തുരത്തും എന്നൊക്കെ പറഞ്ഞതിനപ്പുറത്ത് ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് നേരിടുന്ന ഒരു ചോദ്യം KPCC പ്രസിഡന്റിനെ മാറ്റേണ്ടതുണ്ടോ എന്നാണ്. ഒരു നേതൃമാറ്റമുണ്ടോ എന്നാ. 10ഓളം DCCകളിൽ പുതിയ പ്രസിഡന്റുമാർ വരണം. അതുപോലെ KPCC പ്രസിഡന്റ് മാറണമെന്ന് ഈ കനകോലു എന്ന് പറയുന്ന ആള്, അദ്ദേഹം ഇവിടെ നമ്മുടെ കേരളത്തിലെ കോൺഗ്രസിന് ബുദ്ധി ഉപദേശിക്കാൻ വന്ന ആളാണ്. അദ്ദേഹത്തിന്റെ റിപ്പോർട്ടുണ്ട്, ദീപാദാസ് മുൻഷിയുടെ റിപ്പോർട്ടുണ്ട്. പക്ഷെ അക്കാര്യം ചർച്ച ചെയ്യുന്നേയില്ല. എന്തുകൊണ്ട് ചർച്ച ചെയ്യാൻ സാധിക്കുന്നില്ല? അതാണ് കോൺഗ്രസിന്റെ ദൗർബല്യം. തീരുമാനങ്ങൾ എടുക്കേണ്ടപ്പോൾ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലെങ്കിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നിരിക്കുക. അതിനെക്കുറിച്ചാണ് പ്രധാന ചർച്ചയെന്നാണ് മനസ്സിലാകുന്നത്. പക്ഷെ ഈ സുപ്രധാനമായ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ പോലും കേരളത്തിലെ കോൺഗ്രസ്സുകാർ കാത്തിരിക്കുന്നുണ്ട്. ആരാണ് അവരുടെ പുതിയ പ്രസിഡന്റ് എന്നറിയാൻ. സുധാകരനെ മാറ്റാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ കാര്യം, നമ്മുടെ കാര്യമല്ല. അദ്ദേഹത്തെ മാറ്റണമെന്നാണ് തീരുമാനം അല്ലെങ്കിൽ ആഗ്രഹമെങ്കിൽ ആ സ്ഥാനത്തേക്ക് പകരം ഒരു പുതിയ ആളിനെ, എല്ലാവർക്കും സ്വീകാര്യനായ ഒരാളിനെ, അതാണ് ഞാൻ അടിവരയിട്ട് പറയുക. ഇപ്പോ 2-3 പേരുടെ പേരുകൾ പറയുന്നുണ്ട്. അതെല്ലാം ജാതിയുടെയും മതത്തിന്റെ അടിസ്ഥാനത്തിലാണ്. കോൺഗ്രസിന് ഇതൊക്കെ വേണം, ജാതിമത പരിഗണനകൾ വേണം, അതിന്റെ ചില സന്തുലിതാവസ്ഥയൊക്കെ നോക്കിയേ പറ്റുള്ളൂ. പക്ഷെ ഇത് പച്ച ജാതിയും മതവും പറഞ്ഞുകൊണ്ടാണ് പുതിയ പ്രസിഡന്റ് സ്ഥാനാർത്ഥികളെ കുറിച്ച് അവര് നറേഷൻ കൊടുക്കുന്നത്. എത്ര പരാജയപ്പെട്ടൊരവസ്ഥയാണ് കോൺഗ്രസ് ഇന്ന് നമ്മുടെ മുമ്പിൽ കാണിച്ചതെന്നുള്ളത് നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല. ആ പാർട്ടി നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നത്തില് ഒരു ചർച്ചയില്ല, ഒരു തീരുമാനമില്ല. എന്നിട്ട് പതിവ് പോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് അറിയോ? പരസ്യ പ്രതികരണങ്ങള് സമ്മതിക്കില്ല എന്ന്. ഞാൻ ഈ കോൺഗ്രസ് പരസ്യ, അത് മാത്രമല്ല മാധു, ഈ പരസ്യ പ്രതികരണം പാടില്ല എന്ന് 1000 തവണ എനിക്ക് നേരിട്ടറിയാവുന്ന രീതിയിൽ കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും അനുസരിച്ചിട്ടുണ്ടോ? നാളെയും പരസ്യമായിട്ട് പ്രതികരിക്കും. അതുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കേണ്ട വിഷയങ്ങളിൽ തീരുമാനമെടുത്ത് സമയബന്ധിതമായിട്ട്, അതിലൽപ്പം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നെങ്കിൽ ഉണ്ടാവട്ടെ, അങ്ങനെ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ കോൺഗ്രസിൽ രഹസ്യ പ്രതികരണം ഉണ്ടോ എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ ഏറ്റവും ഉൾപാർട്ടിയിൽ ഇരുന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതൊരു പരസ്യ പ്രതികരണമാണെന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെ വ്യക്തമായി അറിയാവുന്നതാണ്. പിറ്റേ ദിവസത്തെ വെണ്ടക്കയായിരിക്കും അത്. അവിടെയാണ് പരസ്യ പ്രതികരണം വിലക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ ഒരു വൈരുദ്ധ്യം. ശ്രീ ജേക്കബ് ജോർജ്, ഇപ്പോൾ ഏറ്റവും നിർണായകമായ തീരുമാനം വരേണ്ടത്, നമുക്ക് ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനും K സുധാകരനും പുതിയ പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനുമായി വന്ന ആ സമയം കോൺഗ്രസ് അണികളിൽ ഉണ്ടാക്കിയ ഒരു ആവേശം ഓർക്കുന്നുണ്ടാകുമല്ലോ. നയിക്കാൻ ഏറെക്കാലത്തിന് ശേഷം ഗ്രൂപ്പുകൾക്ക് അതീതമായി 2 ലീഡേഴ്സ് വരികയാണ്. ഇനി കോൺഗ്രസ് തിരിച്ചു വരും എന്ന ഒരു വലിയ പ്രഖ്യാപനം അവരൊറ്റ തീരുമാനത്തോടു കൂടി തന്നെ ഉണ്ടാകുന്നുണ്ട്. ഇവിടുത്തെ സംഘടനാ സംവിധാനം അതിനുശേഷം കൃത്യമായി ചലിച്ചു തുടങ്ങുന്നുണ്ട്. എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമെന്ന് കോൺഗ്രസ്സുകാർക്ക് ബോധ്യമുണ്ടാകുന്നു. പിന്നീട് അത് അങ്ങനെ കോൺഗ്രസ്സുകാർക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഒരു ബോധ്യം മാത്രമായിരുന്നു, അങ്ങനെ ഒരു തോന്നൽ മാത്രമായിരുന്നു എന്ന് ചിന്തിപ്പിക്കാൻ ഉതകുന്ന ധാരാളം കാര്യങ്ങൾ ഈ പറയുന്ന പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും നൽകിയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ശ്രീ ജേക്കബ് ജോർജ് നോക്കൂ, ഇപ്പോൾ ഏറ്റവും അവസാനം എതിർചേരിയിൽ സംഭവിച്ചൊരു കാര്യമെന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന് പ്രായത്തിൽ ഇളവ് നൽകാനുള്ള തീരുമാനം, രാജ്യത്തെ ഒരേ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന നിലയ്ക്ക്
പ്രതിപക്ഷ നേതാവായി സങ്കല്പിക്കാൻ കഴിയില്ല തരൂരിനെ എന്നാണ് ഡോക്ടർ പ്രേംകുമാർ നേരത്തെ പറഞ്ഞത്. നിങ്ങൾ കേട്ടല്ലോ അല്ലെ? ആ നിലയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ, ആ നിലയ്ക്കുള്ള തിരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകൾ ഒരു വശത്ത് നടക്കുമ്പോഴാണ് നേതൃമാറ്റം ഉണ്ടോ ഇല്ലയോ, ഉണ്ടാകുമോ എന്നുണ്ടാകും തുടങ്ങിയ കാര്യങ്ങൾ പോലും പറയാൻ കഴിയാതെ ഒരു പാർട്ടിക്ക് തെക്കുന്നത്. എൻ്റെ അഭിപ്രായം, പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ BD സതീശൻ കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രിയാകാൻ സർവ്വതാ യോഗ്യനാണ് എന്നത് തന്നെയാണ്, യാതൊരു സംശയമില്ല. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഉമ്മൻചാണ്ടി അന്ന് വളരെ സജീവമായിരുന്നെങ്കിൽ പോലും അടുത്ത മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തലയാവണം എന്ന് പുറപ്പുറത്ത് കയറി നിന്ന് പറയാൻ, ഉദ്ഘോഷിക്കാൻ ഞാൻ തയ്യാറായിരുന്നു. ഇന്നിപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു ചിട്ടയും എന്തെങ്കിലുമൊക്കെ ഒരു സംഗതികളൊക്കെ വേണ്ടേ ഇതിനകത്ത്, അതാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ ഒരു ബുദ്ധിജീവിയാണ് BD സതീശൻ. എന്തിനെക്കുറിച്ചും വേണമെങ്കിലും ബൈബിളിനെക്കുറിച്ചും നന്നായിട്ട് പ്രസംഗിക്കുന്ന ആളാണ്, യാതൊരു സംശയവുമില്ല. അതൊക്കെയാണ്. പക്ഷേ ജയിക്കുമോ എന്നുള്ളതാണ് തരൂർ ചോദിക്കുന്ന ചോദ്യം. ഇങ്ങനെ ഒരു നേതൃത്വത്തിന് കീഴിൽ കേരള രാഷ്ട്രീയത്തിൽ തിരഞ്ഞെടുപ്പ് നടന്നാൽ, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പോട്ടെ, നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് വിജയിക്കാൻ കേവല ഭൂരിപക്ഷം, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ ഭൂരിപക്ഷം കിട്ടിയാൽ മതി, ജയിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. അത് ഞാൻ ഉന്നയിക്കുന്നതല്ല, ശശി തരൂർ പറയുന്നത്. ഞാൻ ശശി തരൂരിനെ ഒരു കാരണവശാലും ഇകഴ്ത്തി കാട്ടുന്നില്ല. കേരള രാഷ്ട്രീയത്തിൽ എന്നല്ല, കേരള സമൂഹത്തിൽ ശശി തരൂരിന് ഒരു വലിയ സ്ഥാനമുണ്ട്. തിരുവനന്തപുരം തിരഞ്ഞെടുപ്പ് അത് പ്രത്യേക ഒരു ത്രികോണ മത്സരമായിരുന്നു, ശക്തമായ മത്സരമായിരുന്നു. അവിടെ BJP സ്ഥാനാർത്ഥി വളരെ ശക്തമായിട്ട് രംഗത്തിറങ്ങി, കാര്യമായിട്ട് വോട്ട് പിടിച്ചു. അതുകൊണ്ട് ശശി തരൂരിൻ്റെ വോട്ട് കുറഞ്ഞു എന്ന് കരുതി അത് കോൺഗ്രസ് പ്രവർത്തകരുടെ ക്ഷീണമല്ല, അത് കോൺഗ്രസിൻ്റെ ക്ഷീണമല്ല, ശശി തരൂരിൻ്റെ ക്ഷീണമാണെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. ഇതൊക്കെ ശശി തരൂരിൻ്റെ ക്ഷീണമാണ് തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് വോട്ട് കുറഞ്ഞത് എന്ന് പറയുന്നതിനകത്ത് അത്ര കണ്ട് നല്ല രാഷ്ട്രീയ ഉദ്ദേശമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നീട് ജേക്കബ് ജോർജ്, അവിടെ ഒരു പ്രശ്നമുണ്ട്. ശശി തരൂർ കേമനാണ്. അദ്ദേഹം ഈ പറയുന്ന വിശ്വപൗരൻ എന്ന് പറയുന്ന ലേബലിൽ വന്നിറങ്ങിയ ഒരാളാണ്. അദ്ദേഹത്തിന്റെ സംസാരം, അദ്ദേഹം തന്നെ പറയുന്നതാണ്, അദ്ദേഹത്തിന്റെ സംസാരം കൊണ്ടോ അദ്ദേഹത്തിന്റെ പല ഗുണവിശേഷങ്ങൾ കൊണ്ടോ വോട്ട് കിട്ടിയിട്ടുണ്ടാകാം, ഒക്കെ ശരി. പക്ഷെ ശശി തരൂരിന്റെ ഒരൊറ്റ പോസ്റ്റർ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടു മുന്നിൽ പ്രദർശിപ്പിച്ചിട്ടല്ല ഈ വോട്ട് കോൺഗ്രസ്സുകാർ പണിയെടുത്തിട്ടുണ്ട്. ഈ പണിയെടുത്ത ആളുകൾ, പശയൊട്ടിച്ച് പോസ്റ്റർ ഒട്ടിക്കാൻ നടന്ന ആളുകൾ, കഴിഞ്ഞ ഈ 8-9 വർഷക്കാലമായി തല്ലുകൊണ്ടിട്ടുള്ള ആളുകൾ, ഏറുകൊണ്ടിട്ടുള്ള ആളുകൾ, ഇങ്ങനെ രക്ഷാപ്രവർത്തനത്തിന് ഇരയായ ആളുകൾ, ഇവരൊക്കെ അപ്പുറത്ത് നിൽക്കുന്നുണ്ടെന്നേ. അവരോട് കമ്മിറ്റ്മെന്റ് കാണിക്കാതെ എങ്ങനെയാണ് നേതാവാവുക? സംശയമില്ല, അത് അക്കാര്യത്തിലൊന്നും എനിക്ക് സംശയമില്ല. കേരള രാഷ്ട്രീയം രണ്ട് ചേരിയിൽ തിരിഞ്ഞു നിൽക്കുന്നു. ഒരു വശത്ത് കോൺഗ്രസ്, മറുവശത്ത് CPM നേതൃത്വം. അതൊക്കെ ശരിയാണ് രാഷ്ട്രീയത്തിൽ. പക്ഷേ ആരാണ് നിങ്ങളുടെ നേതാവെന്ന് നമ്മുടെ കോളേജൊക്കെ പഠിക്കുമ്പോൾ മോഹൻ വർഗീസ് സാറിന് കോളേജിൽ കോളേജിലെ പ്രൊഫസറായിരുന്ന ആളാണ്, അറിയാം. ആരാ നിങ്ങളുടെ നേതാവ്, എന്താ നിങ്ങളുടെ പരിപാടി? കോളേജിൽ വിളിക്കുന്ന മുദ്രാവാക്യം അത് സമൂഹത്തിൽ ഉയരുന്ന മുദ്രാവാക്യമാണ്. നേതാവ് ഒരു പ്രശ്നമാണ്, നേതാവ് ഒരു പ്രശ്നം തന്നെയാണ്, സംശയമൊന്നുമില്ല. അതുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ ആരാണ് നേതാവെന്ന് ഇനിയും തീരുമാനിച്ചിട്ടുണ്ടോ? ഹൈക്കമാൻഡിന് തീരുമാനിക്കാമല്ലോ. BD സതീശൻ എങ്കിൽ, രമേശ് ചെന്നിത്തല എങ്കിൽ തീരുമാനിക്കട്ടെ. തീരുമാനിക്കാൻ ധൈര്യമുണ്ടോ? എന്തുകൊണ്ടാണ് ധൈര്യമില്ലാതെ പോകുന്നു ഒരു ഹൈക്കമാൻഡിന്? എന്തുകൊണ്ടെന്നുള്ള പഴയ ചോദ്യം ഉണ്ടല്ലോ, അതേ ചോദ്യമാണ്. അത് പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇന്നത്തെ രാഷ്ട്രീയത്തിൽ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ശശി തരൂരിൻ്റെ ഒരു കേസുണ്ട്. അദ്ദേഹം വാദിച്ചത് കുളമാക്കി എന്നുള്ളത് കാര്യം വേറെ. വാദിച്ച് അദ്ദേഹം പ്രതിയാകുന്ന ലക്ഷണമാണ് ഇപ്പോൾ. അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ശശി തരൂരിൻ്റെ കേരള സമൂഹത്തിലെ, കേരള രാഷ്ട്രീയത്തിലെ എന്ന് ഞാൻ പറയുന്നില്ല, കേരള രാഷ്ട്രീയത്തിൽ ശശി തരൂരിൻ്റെ പ്രസക്തി അത് എഴുതി തള്ളാനാവില്ല, ഒട്ടും കുറച്ച് കാണാനാവില്ല എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. ശരി, ശ്രീ മോഹൻ വർഗീസ്, അങ്ങ് നേരത്തെ പറയുകയുണ്ടായി ഇതിനേക്കാൾ വലിയ പ്രതിസന്ധി കേരളത്തിലെ കോൺഗ്രസ് അഭിമുഖീകരിച്ചിട്ടുണ്ടെന്ന്. ശരിയാണ്, കോൺഗ്രസ് അഭിമുഖീകരിച്ചിട്ടുണ്ട്. ഈ പ്രതിസന്ധിയിലേക്ക് ആളാവണ്ണം കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതല്ല നിലവിലത്തെ നേതാക്കന്മാരുടെ ഉത്തരവാദിത്തം എന്നുള്ളതിൽ അങ്ങ് അങ്ങനെ വിചാരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. ഇനി അത്തരം പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ ഇവിടെയുള്ള നേതാക്കന്മാർ ആരൊക്കെയാണ്? ശ്രീ മോഹൻ വർഗീസ്, അങ്ങേക്ക് അറിയാവുന്നതാണ്. കനാവൂർ തൊട്ട് ഇങ്ങോട്ട് ഉമ്മൻചാണ്ടി വരെയുള്ള നേതാക്കൾ ഇവിടെ നിന്ന് കളത്തിലിറങ്ങി കളിക്കാനുണ്ട് ഈ പ്രതിസന്ധി പരിഹരിക്കാൻ. എന്ത് വരട്ടെ, ഒരു പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് കൃത്യമായി ഇപ്പം ഉമ്മൻചാണ്ടി ഒരു കാര്യം വിശദീകരിച്ചാൽ അതിൻ്റെ അതൊരു സ്വഭാവം എങ്ങനെയാണ്? പിന്നെ അതൊരു ക്വസ്റ്റ്യൻ ഇല്ല അല്ലെ?
പിന്നെ ഒരു ക്വസ്റ്റ്യൻ അവിടെ അവശേഷിക്കുന്നില്ല എന്ന നിലയ്ക്ക് കോൺഗ്രസ് അണികൾക്ക്, മറ്റുള്ളവർ രാഷ്ട്രീയ എതിരാളികൾ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, കോൺഗ്രസ് അണികൾക്ക് അതിനപ്പുറത്തേക്ക് ഒരു ചോദ്യം ചോദിക്കാനുള്ള ഒരു സാധ്യത അവശേഷിപ്പിക്കില്ലായിരുന്നു ഉമ്മൻചാണ്ടി. ഇന്നാരാ ഉള്ളത്? ഇവിടെ ഒരു മഹാമേരു പോലെ നിറഞ്ഞു നിന്ന ശ്രീ കെ കരുണാകരൻ, ജനമധ്യത്തിൽ നിന്ന ശ്രീ ഉമ്മൻചാണ്ടി, ആദർശധീരനായ എ കെ ആന്റണി, ഇങ്ങനെയൊക്കെയുള്ള വലിയ നേതാക്കന്മാർ, അവർ നൽകുന്ന ഒരു സോളിഡിറ്റി ഉണ്ട്. അവർ പലപ്പോഴും തിരിച്ചു നിന്നു. എ കെ ആന്റണിയും വയലാർ രവിയും തമ്മിൽ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉഗ്രമായ പോരാട്ടം നടന്നു. 1991 അവിടെ എ കെ ആന്റണിയെ മലർത്തി അടിച്ചുകൊണ്ട് വയലാർ രവി പ്രസിഡന്റായി. പക്ഷേ അവിടെയും AI ഗ്രൂപ്പുകൾ തിമിർത്താടിയപ്പോഴും കോൺഗ്രസ് എന്നൊരു വികാരമുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പായി കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും ഒക്കെ റെഡിയാകുന്നു. ഹൈക്കമാൻഡ് വരുന്നു, സോണിയാഗാന്ധി അവിടെ വരുന്നു, പ്രചരണം നടത്തുന്നു. ഓളമാണ് എപ്പോഴും കോൺഗ്രസ് പാർട്ടിയുടെ രീതികളെന്ന് പറഞ്ഞാൽ. ഒരു മാസ് പാർട്ടി എന്ന നിലയിൽ ഒരു അവസാന നിമിഷം ഉണ്ടാകുന്ന ഒരു ഓളം, ആ ഓളത്തെ ബോളിംഗ് ബൂത്തിലെത്തിക്കുക, അത് സംഘടനാ പ്രവർത്തനം എന്ന മികവൊന്നുമല്ല, മറിച്ച് ജനങ്ങൾ ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ജനങ്ങൾ ഏറ്റെടുക്കാൻ തക്ക തരം ഒരു മാനസികാവസ്ഥ ഉണ്ട് എന്നാണ് കോൺഗ്രസ്സുകാർ ഇപ്പോൾ വിശ്വസിക്കുന്നത്. ഭരണവിരുദ്ധ വികാരം അതിൻ്റെ മൂർധന്യത്തിലെത്തി നിൽക്കുന്നു. പ്രത്യേകിച്ച് 10 വർഷത്തെ ഒരു അടുപ്പിച്ചുള്ള ഭരണം എന്ന് പറയുന്നത് കേരളത്തിന് ശീലമുള്ള മോഹൻ വർഗീസ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ശ്രീ മോഹൻ വർഗീസ്, അവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പൊ പുറകിന്ന് അപ്പുറത്തേക്ക് തുടങ്ങാം. ആശാ വർക്കർമാരുടെ സമരം, കേരളത്തിലെ വന്യജീവികളിൽ നിന്നും മനുഷ്യന്മാർക്ക് നേരിടേണ്ടി വരുന്ന അക്രമം, ഈ വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട ദുരിതാശ്വാസ പ്രവർത്തനം, കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് സർക്കാരിനെതിരെ ഉണ്ടായ വിമർശനം, കേന്ദ്ര സർക്കാർ നടപടികൾക്കെതിരെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനെ ഇത് നോക്കൂ. ഇടതുപക്ഷമാണ് പ്രതിപക്ഷത്തുണ്ടായിരുന്നെങ്കിൽ 4 തവണ രാജിവെച്ച് പോയേനെ. ആ നിലയ്ക്ക് കാര്യങ്ങൾ ഉണ്ടായിട്ട് അതിനെ ഉപയോഗപ്പെടുത്താൻ ഒറ്റ ഒരു ഐക്യബോധത്തോടെ മുന്നോട്ട് പോകാൻ കഴിയാത്തവരാണ്. അത് ശ്രീ മാധു, ഈ ആരണയുടെ സ്വഭാവമാണ് ചിലപ്പോൾ കോൺഗ്രസ് ഭരണവിരുദ്ധ വികാരം അവകാശപ്പെടാൻ പറ്റുന്ന പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയുടെ അവസ്ഥ ഞാൻ പറഞ്ഞത്. വലിയ കടിക്കാൻ ഇങ്ങോട്ട് വരും, പക്ഷേ അവിടെ കടി മുറുക്കാതെ പെട്ടെന്ന് മറന്നു പോകും. ഇത് മാതിരിയാണ് കോൺഗ്രസ് ഉരുട്ടിക്കൊണ്ടുവരുന്ന, വലുതായി ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന പല പ്രക്ഷോഭങ്ങളും. അത് തുടരാനും അവസാനം വരെ എത്തിച്ചു നിർത്തി, ലോജിക്കൽ കൺക്ലൂഷനിൽ എത്തിച്ചു നിർത്തി ഭരണത്തെ താഴെ ഇറക്കാനും കഴിയുന്നില്ല എന്നൊരു പേരുദോഷം ഇതിൻ്റെ പിന്നിലാണ്. അവിടെയാണ് ജനനായകന്മാരുടെ അഭാവം. ഇവിടെ നമ്മൾ നേതാക്കന്മാരെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് ഞാനും അതിനകത്ത് പങ്കെടുക്കുകയാണ്. ശ്രീ VD സതീശൻ നല്ല പാർലമെൻറ്റേറിയനാണ്, നല്ല പ്രഭാഷകനാണ്, ഈ സഭയ്ക്കകത്തും പുറത്തും സ്റ്റഡീഡായി റെസ്പോൺസ് കൊണ്ടുവരുന്ന ആളാണ്. പക്ഷെ ഒരു ജനകീയ പോരാട്ടം ശ്രീ അച്യുതാനന്ദൻ ഏറ്റെടുത്തത് പോലെയുള്ള ജനകീയ പോരാട്ടങ്ങൾ മുന്നിൽ നിന്ന് നയിച്ച് അത് അവസാനം വരെ കൊണ്ടെത്തിച്ച് ഭരണത്തിൽ നിന്നും ഈ ഗവൺമെൻറ്റിനെ മാറ്റി ഇരിക്കാൻ തക്ക ഒരു വൈഭവം അദ്ദേഹത്തിനുണ്ടോ എന്ന് സംശയമാണ്. അതുപോലെ മറുവശത്ത് രമേശ് ചെന്നിത്തല, അദ്ദേഹം അൺഫോർച്ചുനേറ്റ് ആണെന്ന് ഞാൻ പറയും. കാരണം കോവിഡിൻ്റെ തിരതള്ളലിൽ എല്ലാ സമവാക്യങ്ങളും മാറി മറിഞ്ഞു, കിറ്റായി മറ്റാനുകൂല്യങ്ങളായി. അങ്ങനെ ആ തിരഞ്ഞെടുപ്പ് ഒരുപക്ഷെ ഇദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവെന്ന സ്ഥാനത്ത് നിന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തലയ്ക്ക് പ്രൊമോഷൻ കിട്ടാനുള്ള ആ തിരഞ്ഞെടുപ്പ് തികച്ചും ഏകപക്ഷീയമായി പോയി. രമേശ് ചെന്നിത്തല ദൗർഭാഗ്യവാനാണെന്ന് വേണേൽ പറയും. ഇവിടെ ആ സ്ഥാനത്തേക്കാണ് VD സതീശൻ, അതുപോലെ ഫൈറ്ററായ കെ സുധാകരൻ കണ്ണൂർ നേരിട്ട് ഈ കായികമായി തന്നെ CPM-നോട് പ്രതികരിച്ചു നിന്നയാളാണ് ശ്രീ കെ സുധാകരൻ, KPCC പ്രസിഡന്റ്. അപ്പോൾ കെ സുധാകരൻ നേരത്തെ പറഞ്ഞ പോലെ ശ്രീ കെ സുധാകരൻ KPCC പ്രസിഡന്റായും സാമാന്യം ചെറുപ്പമായ പുതുമുഖമായ മന്ത്രിസ്ഥാനത്തൊന്നും വരാത്ത ഭരണപരിചയം ഒട്ടും ഇല്ലാത്ത ഒരാൾ, ഒരു പുതുമുഖം എന്ന രീതിയിൽ 5 പ്രാവശ്യം നിയമസഭാ അംഗം മാത്രമായ VD സതീശൻ പ്രതിപക്ഷ നേതാവുമായപ്പോൾ ഒരു പുതുമ കണ്ടു. രണ്ടുപേരും ഗ്രൂപ്പുകാരാണ്, ഒറിജിനൽ ഗ്രൂപ്പുകാരാണ്. അപ്പം ഗ്രൂപ്പുകൾക്ക് അതീതമായി കോൺഗ്രസ് പാർട്ടി കൺസോളിഡേറ്റഡ് ആകുന്നു എന്ന ഒരു ചിന്ത കോൺഗ്രസ്സുകാർക്കും പൊതുജനത്തിനും ഉണ്ടായി. പക്ഷേ വളരെ വൈകിയാണ് അത്. 1-2 വർഷം ആ ഒരു സുഖകരമായ അനുഭവം 2 വർഷം നീണ്ടു നിന്നു. പക്ഷേ വളരെ വൈകി ആ ഒരു കപ്പൽ മുങ്ങുന്നൊരു കാഴ്ചയാണ്. അതിനകത്തെ ശശി തരൂരിനെ കുറ്റപ്പെടുത്തുന്നതിനേക്കാൾ കാര്യം എന്ന് പറഞ്ഞാൽ ആരാവണം മുഖ്യമന്ത്രി. ശ്രീ ജേക്കബ് ജോർജ് നേരത്തെ പറഞ്ഞ പോലെ ആരാ ഞങ്ങളുടെ നേതാവ് എന്ന് വിളിച്ചു ചോദിക്കുമ്പോൾ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ ഇതാ ഞങ്ങളുടെ നേതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ വലിച്ചു താഴെയിടാനുള്ള സംവിധാനം കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ പാഠപുറപ്പാടുണ്ടാകും. അതുകൊണ്ട് അങ്ങനെ പറയാവുന്ന നിലയിലല്ല കോൺഗ്രസ്. ജേർണലിസ്റ്റ് ട്രെയിനി ആയിരുന്ന കാലത്തോ മറ്റോ ആണെന്ന് തോന്നുന്നു,
ജേക്കബ് ജോർജ് ഇതുപോലെ ഒരു ചർച്ചയിൽ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി KSUവിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന സമയത്ത് ഉമ്മൻചാണ്ടി ഒന്ന് ചൂണ്ടുവിരൽ നീട്ടി വെച്ചാൽ കേരളം അവിടെ നിൽക്കുമായിരുന്നു, അത്രയ്ക്ക് പവർ ഉണ്ടായിരുന്നു ആ ഘട്ടത്തിലെന്ന്. KSUവിന്റെ നേതാവായിരുന്നപ്പോൾ എന്നാണ് പറഞ്ഞത്. അതിനുശേഷം ഈ പറയുന്ന നേതാക്കളുടെ എല്ലാം തലപ്പൊക്കത്തിൽ കേരളം കണ്ടിട്ടുണ്ട്. അത് കോൺഗ്രസ് നേതാക്കളുടെ ആണെങ്കിലും ഏത് CPMന്റെ നേതാക്കളാണെങ്കിലും ആരാണെങ്കിലും അവിടെ നിന്നുകൊണ്ടാണ് ഇപ്പോൾ പറയുന്ന നേതൃപ്രതിസന്ധി എന്ന നിലയ്ക്കുള്ള കാര്യങ്ങൾ കോൺഗ്രസിന്റെ തന്നെ ക്യാമ്പിൽ നിന്ന് വരുന്നത് എന്നുള്ളതാണ്. ശരി, ശ്രീ പ്രേംകുമാർ, ഈ അങ്ങ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പലതരം പോസ്റ്റുകളിലായി ഫേസ്ബുക്കിൽ കുറിച്ച ഒരു കാര്യമാണ് പിണറായി വിജയന് ഭാഗ്യമില്ല, തനിക്കൊപ്പം നിൽക്കാൻ കഴിയുന്ന രാഷ്ട്രീയ എതിരാളികളെ കിട്ടാൻ ഭാഗ്യം ചെയ്തിട്ടില്ല കേരളത്തിന് മുഖ്യമന്ത്രി എന്നൊക്കെ. അങ്ങേക്ക് ഞാൻ ആവർത്തിച്ച് പറയാണ്, ഇടത് സഹയാത്രികൻ എന്ന നിലയ്ക്ക് അങ്ങേക്ക് അത്തരം രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ നടത്താനുള്ള എല്ലാ ഗ്രൗണ്ടും ഉണ്ട് താനും. ഇതിപ്പോ പിണറായി വിജയന് ഒപ്പം നിൽക്കാൻ കഴിയുന്ന മൂന്നാം ഊഴവും എന്ന് ഏറെക്കുറെ ഉറപ്പിച്ച, അതായത് മൂന്നാം ഊഴവും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ കഴിയുന്ന എന്ന നിലയ്ക്ക് ഏറെക്കുറെയൊക്കെ ഇളവുകളും ഒക്കെ കിട്ടിയിരിക്കുന്ന സമയത്ത് ആ നിലയ്ക്ക് ഒരു എതിരാളി വരും എന്ന് CPM പേടിക്കേണ്ടതില്ല എന്നാണോ? അല്ല, ഞാൻ പറഞ്ഞത് ഇടതുപക്ഷത്തിനോട് ഒപ്പം നിൽക്കുന്ന ആളെന്നുള്ള നിലയിലല്ല. നിങ്ങൾ 2021 ഇലക്ഷൻ്റെ സീൻ നോക്കൂ. അന്ന് പിണറായി വിജയനെ തീർക്കാൻ വേണ്ടിയിട്ട് വന്ന PCC പ്രസിഡന്റ് ആയിരുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ പോലും അറിവില്ലാതെ അയാളെ മാറ്റി. അന്ന് ഇലക്ഷൻ്റെ അടുത്തെത്തുമ്പം ജേക്കബ് ജോർജ് പറയുന്നത് പോലെ AICC തീരുമാനിച്ച 2 ചീഫ് മിനിസ്റ്റർ കാൻഡിഡേറ്റ്സ് ആയിരുന്നു, രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് പ്രതിപക്ഷത്തായി. ഈ 2 പേരിൽ ഒരാളുമല്ലാത്ത VD സതീശൻ പ്രതിപക്ഷ നേതാവായി. ഇനിയിപ്പോൾ മിക്കവാറും ഞാൻ വിചാരിക്കുന്ന 2026 ഇലക്ഷൻ വരുന്ന സമയത്ത് 3-4 ചീഫ് മിനിസ്റ്റർ കാൻഡിഡേറ്റ്സ് ഉണ്ടാവും. എന്നിട്ട് ഈ 4 പേരും അല്ലാത്ത വേറൊരാൾ പ്രതിപക്ഷ നേതാവായിട്ട് വരും. ഇതാണ് വരാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഇപ്പോഴും ആവർത്തിക്കുന്നു, ഒരാൾക്ക് എല്ലാ ഭാഗ്യവും കൊടുക്കൂല. അതിൽ പിണറായി വിജയന് കിട്ടാത്തൊരു ഭാഗ്യമാണ് തനിക്ക് പോകുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെ അല്ലെ കോൺഗ്രസ് നേതാവിനെ കിട്ടുക എന്നുള്ളത്. പിണറായി വിജയൻ അടിച്ച് പൊടിച്ച് തൂഫാൻ അടിക്കുമെന്ന് പറഞ്ഞിട്ടായിരുന്നു സുധാകരൻ വന്നത്. ഇപ്പൊ സുധാകരനെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കണം, എങ്ങനെയാണ് ഒഴിവാക്കേണ്ടതെന്ന് അറിയാതെ പെട്ടുഴലുകയാണ്. മാത്രമല്ല മാധു, ഈ ചർച്ചയിൽ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ എൻ്റെ ഇരുത്തത്തിന്റെ കാര്യം ഞാൻ ആലോചിക്കുകയാണ്. അതായത് LDF ഗവൺമെന്റിന് 8.5 വർഷം കഴിഞ്ഞ സമയത്ത് ഇപ്പൊ നടക്കേണ്ട ചർച്ച സത്യത്തില് പ്രതിപക്ഷം അതിരൂക്ഷമായ കാര്യങ്ങൾ, ഫാക്ട്സും ഫിഗേഴ്സും ഒക്കെ പൊക്കിക്കൊണ്ടുവന്നിട്ട് ഗവൺമെന്റിനെ പ്രതിരോധത്തിലാക്കുമ്പോൾ അതിനെ പറ്റുന്ന രീതിയിൽ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളതാണ് രാഷ്ട്രീയമായിട്ട് എൻ്റെ ഒക്കെ ഒരു പൊസിഷൻ വെച്ച് ചെയ്യേണ്ടത്. പക്ഷെ ഞാൻ അതല്ലല്ലോ ചെയ്യുന്നത്. ഞാൻ കൂളായിട്ടിരിക്കുകയും കോൺഗ്രസിന്റെ അകത്ത് അടിയെ പറ്റി നിങ്ങളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നടന്നിരുന്ന ചർച്ച കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയാവുന്നതിനെ പറ്റിയായിരുന്നു. ഞാൻ അന്നും പറഞ്ഞിരുന്നു, കുഞ്ഞാലിക്കുട്ടിയും അല്ലെങ്കിൽ ജേക്കബ് ജോർജും സണ്ണിക്കുട്ടി എബ്രഹാമും ഞാനൊക്കെ മുഖ്യമന്ത്രിയാകാൻ യോഗ്യന്മാർ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്താ പ്രശ്നം എന്നറിയോ? ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. ഇവിടെ ഇലക്ഷൻ നടക്കണം, അതിൽ കേരളത്തിൽ 71-ൽ കൂടുതൽ സീറ്റ് കിട്ടുന്ന പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് ആര് മുഖ്യമന്ത്രിയാവും എന്നുള്ളത്. ഈ കഴിഞ്ഞ 8.5 വർഷം കൊണ്ട് കേരളത്തിലെ പ്രതിപക്ഷത്തെ നയിക്കുന്നത് മാധ്യമങ്ങളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേരളത്തിലെ പ്രതിപക്ഷവും മാധ്യമങ്ങളും BJP എല്ലാം കൂടി സകല ബഹളങ്ങളും ആരോപണങ്ങളും ഉണ്ടാക്കിയിട്ടും ഈ കഴിഞ്ഞ 8.5 വർഷം കൊണ്ട് കേരളത്തിലെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത നേട്ടങ്ങൾ സകല മേഖലകളിൽ ഉണ്ടാവുകയും ആളുകൾ അത് മനസ്സിലാക്കുക, അംഗീകരിക്കുകയും അതിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യാണ്. ആ സമയത്ത് ഇവരുടെ ഇടയിൽ അടിയോടടിയാണ്. BJP പ്രസിഡന്റിനെ കണ്ടുപിടിക്കാൻ വേണ്ടി എത്രയോ കാലമായി ചർച്ചകൾ നടക്കുന്നു. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ പറയാണ്, പിണറായി വിജയന് തനിക്ക് പോകുന്ന ശത്രുക്കളെ, പ്രതിയോഗികളെ പ്രതിപക്ഷത്ത് കിട്ടാനുള്ള ഭാഗ്യം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഇനി അടുത്ത കാലത്ത് ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആരാണ് ഇനി വരാനുള്ളത് നോക്കൂ. നേരത്തെ പറഞ്ഞു, ഒരു വട്ടം കൂടി പറയുന്നു, ശശി തരൂർ അധികം ഫോർവേഡ് കളിക്കുന്നതിൽ ശരിയല്ല. അദ്ദേഹം വളരെ എക്സ്പെർട്ടാണ്, കോസ്മോപൊളിറ്റനാണ്, ഒക്കെ ശരിയാണ്. പക്ഷെ കേരള പൊളിറ്റിക്സിൽ ഫോർവേഡ് കളിക്കാനുള്ള എക്സ്പെർട്ടൈസോ മെയ്വഴക്കമോ അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തെ എനിക്കും ജേക്കബ് ജോർജിനും ഒക്കെ വലിയ ഇഷ്ടമാണ്, സ്നേഹമാണ്. പക്ഷേ ദിസ് ഇസ് നോട്ട് എ ബാറ്റിൽ ഗ്രൗണ്ട് ദാറ്റ് ഫിറ്റ്സ് എന്ന് തന്നെ പോസിറ്റീവായിട്ട് പറയാം. തിരുവനന്തപുരം പറഞ്ഞാണ് സത്യം. ഒരു ക്ലാരിറ്റി വരുത്തി പോകാൻ, പാർട്ടിയെ നയിക്കാൻ എന്ന നിലയ്ക്കാണ് പിണറായി വിജയന് ഇളവ് കിട്ടുന്നത്, അദ്ദേഹത്തിന്റെ പ്രായപരിധിയിലടക്കം. ഈ പ്രായാധിക്യം മൂലമുള്ള പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും കൊണ്ട് പ്രതിപക്ഷ നേതാവുമായി ബന്ധപ്പെട്ട ചർച്ചകളല്ല ഇപ്പോൾ നടക്കുന്നത്. KPCC അധ്യക്ഷന്റെ മാറ്റവുമായി ബന്ധപ്പെട്ട്, അതായത് ഒരിടത്ത് നയിക്കാൻ വേണ്ടി പ്രായത്തിൽ ഇളവ് കൊടുക്കുന്നു, മറ്റൊരിടത്ത് ഈ പറയുന്ന പ്രായാധിക്യത്തിന്റെ പേരിൽ മാറ്റണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉണ്ടാവുകയും അത് നടക്കാതെ പോവുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു നേതൃപ്രതിസന്ധിയും ആണ് ഞാൻ തുലനം ചെയ്തത്. അവിടെ പ്രതിപക്ഷ നേതാവ് VD സതീശനായിരുന്നില്ല താരതമ്യം എന്ന കാര്യം ഞാനൊന്ന് ആവർത്തിച്ച് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി പറയാൻ ഉദ്ദേശിക്കുകയും ചെയ്യുന്നു. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ഒറ്റക്കാര്യം പറഞ്ഞോട്ടെ. അതായത് അടുത്ത തെരഞ്ഞെടുപ്പിൽ LDFന്റെ പ്രാഥമികമായ ലക്ഷ്യമാവേണ്ടത് ഭരണം തുടരുക എന്നുള്ളതാണ്. അതിനാരെ
ചീഫ് മിനിസ്റ്റർ കാൻഡിഡേറ്റ് ആക്കിയാലാണ് ഭരണം തുടരാൻ പറ്റുക. അയാളെയാണ് ചീഫ് മിനിസ്റ്റർ കാൻഡിഡേറ്റ് ആക്കേണ്ടത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, അത് SFIന്റെ മുൻ സെക്രട്ടറി ആണ് പ്രസന്റ് ചെയ്യേണ്ടതെങ്കിൽ അവരെയാണ് ചെയ്യേണ്ടത്, പിണറായി വിജയനാണ് ചെയ്യേണ്ടതെങ്കിൽ പിണറായി വിജയനാണ് ചെയ്യേണ്ടത്. അതിനുശേഷമാണ് മന്ത്രിസഭയിൽ ആരുണ്ടാവണം, ആരൊക്കെ വരണം എന്നുള്ളത്. പ്രാഥമികമായ ഉദ്ദേശം LDFന്റെ ഭരണം തുടരാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനനുസരിച്ച് തീരുമാനം ആ പാർട്ടി എടുക്കട്ടെ. 2 ടേം മത്സരിച്ച ആളുകൾ മത്സരിക്കേണ്ട എന്നുള്ളത് കോൺഗ്രസോ ഇന്ത്യൻ ഭരണഘടനയിലുള്ള നിയമമോ അല്ല. അത് CPIയും CPMും കഴിഞ്ഞ ഇലക്ഷൻ കൊണ്ടുവന്ന കാര്യമാണ്. അത് അതിന്റെ ലോജിക്കൽ കൺക്ലൂഷനെ കൊണ്ടുപോകാൻ ആ പാർട്ടികൾക്ക് അറിയാം. അതിനെപ്പറ്റി തൽക്കാലം ബാക്കിയുള്ള ആൾക്കാർ, ഞാൻ അടക്കമുള്ള ആളുകൾ ബേജാറാവേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ഇപ്പോ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീഷിന്റെയും KPCC അധ്യക്ഷൻ K സുധാകരന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട പോസിറ്റീവായിട്ടുള്ള കാര്യം എന്താണ്? ഉപതെരഞ്ഞെടുപ്പുകളിൽ വലിയ തോതിൽ വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഉപതെരഞ്ഞെടുപ്പുകളിൽ വിജയം സ്വന്തമാക്കാൻ പ്രതിപക്ഷത്തിന് സാധ്യമാകുന്ന ഒരു കാരണം എന്ന് പറയുന്നത് അവനവനുള്ള മുഴുവൻ സംഘടനാശേഷിയും ഒരൊറ്റ മണ്ഡലത്തിൽ വിനിയോഗിക്കാൻ കഴിയും എന്നുള്ള ഇടത്തു കൂടിയാണ്. VD സതീശൻ ഇലക്ഷൻ കൃത്യമായി മാനേജ് ചെയ്യുന്ന ഒരാളാണ്. നമുക്കറിയാം, പാലക്കാട് ഇലക്ഷനിൽ യൂത്ത് കോൺഗ്രസിന്റെ മുഴുവൻ സംഘടനാ സംവിധാനവും അവിടെ ഓരോ പഞ്ചായത്തും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ്. പാലക്കാട് ഏറ്റവും കൂടുതൽ CPM ഉയർത്തിയ ഒരു ആരോപണം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഈ ആൾക്കൂട്ടം ഒഴിഞ്ഞു പോയാൽ വോട്ട് ഞങ്ങൾക്ക് കിട്ടും എന്നൊക്കെയായിരുന്നു. ആ സമയത്ത് ഓർമ്മയുണ്ടാകുമല്ലോ. അത് എങ്ങനെ അതിന്റെ പരിണതഫലം എന്തായി എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. പക്ഷെ പുറത്തുനിന്നുള്ള ആളുകൾ അവിടെ പോയി പണിയെടുത്തു. 140 മണ്ഡലങ്ങളിൽ ഈ പരിപാടി നടക്കില്ല. എല്ലാവർക്കും അവനവന്റെ മണ്ഡലങ്ങളിൽ പണിയെടുത്താൽ മാത്രമേ വിജയം അല്ലെങ്കിൽ നല്ല മത്സരം കാഴ്ചവെക്കാൻ കഴിയുകയുള്ളൂ. അതിന് സംഘടനാ സംവിധാനം വേണം. അതിന് സംഘടനാ സംവിധാനത്തിന് പണിയെടുക്കാൻ കഴിയുന്ന തരത്തിൽ നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന ആളുകൾ വേണം. ഇനി KPCC അധ്യക്ഷൻ അവിടെ നിൽക്കട്ടെ, DCC പ്രസിഡന്റുമാരടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കണ്ടേ? ഇതിന് എന്ന് നടപ്പിലാക്കുമെന്നാണ് ഈ സമസ്ത മേഖലകളിലും ഈ ഗവൺമെൻറ് ഒരു വലിയ നേട്ടമുണ്ടാക്കി എന്നാണല്ലോ പറഞ്ഞത്. അതുകൊണ്ടായിരിക്കും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 18 സീറ്റും പിന്നെ കേരളത്തിൽ നടന്ന നിയമസഭാ ഉപതിരഞ്ഞെടുപ്പുകളിൽ വിജയവും വയനാട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉപതിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷമൊക്കെ നേടിയത്. പിന്നെ രാഷ്ട്രീയത്തിൽ എല്ലാ പാർട്ടിയുടെയും ആഗ്രഹം, മുന്നണിയുടെയും ആഗ്രഹം അധികാരത്തിൽ തിരിച്ചു വരിക, അല്ലെങ്കിൽ അധികാരത്തിൽ വരിക, അല്ലെങ്കിൽ അധികാരം നിലനിർത്തുക എന്നുള്ളതാണ്. അതിന് സ്വാഭാവികമായിട്ടും അതിന് പറ്റിയ ആളുകളെ തന്നെ ആയിരിക്കും അവർ മുമ്പിൽ നിർത്തി മത്സരിപ്പിക്കുക എന്നുള്ള കാര്യം അതൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആലോചിക്കുകയും അങ്ങനെ തീരുമാനമെടുക്കുകയും ചെയ്യുന്ന കാര്യമാണ്. ഇപ്പോൾ കോൺഗ്രസിനെ പറ്റിയാണല്ലോ നമ്മുടെ ഉപന്യാസ വിഷയം കോൺഗ്രസ്സാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ ഇത്രയ്ക്ക് അങ്ങോട്ട് ഉപമകളും ഉൽപ്രേക്ഷകളും ഒക്കെ അങ്ങോട്ട് നിർലോഭം ഉപയോഗിച്ച് പരിഹസിക്കത്തക്ക അന്തരീക്ഷമൊന്നും കേരളത്തിലെ കോൺഗ്രസ് ഇപ്പോൾ തൽക്കാലം ഫേസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം പറയുന്നത്, ഒരു ഗ്യാപ്പ് എനിക്ക് തരൂ. അതായത് പ്രതിപക്ഷത്തിന്റെ ഏറ്റവും വലിയ വിമർശനം മാധ്യമങ്ങൾക്കെതിരെ നിലവിലുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ ഉൾപാർട്ടി പ്രശ്നങ്ങളെ വലിയ തോതിൽ ചർച്ചയാക്കുന്നു. കോൺഗ്രസിൽ ഐക്യമില്ല, കോൺഗ്രസിലെ നേതാക്കൾ തമ്മിൽ കടിപിടിയാണ്, കസേര കളിയാണ് എന്ന് മാധ്യമങ്ങൾ നിരന്തരം ചർച്ച ചെയ്യുന്നു എന്നുള്ള കാര്യമാണ്. ഇപ്പൊ തൊട്ടു മുമ്പ് ഡോക്ടർ പ്രേംകുമാർ പറഞ്ഞൊരു കാര്യം, കേരളത്തിലെ മാധ്യമങ്ങളാണ് പ്രതിപക്ഷം നയിക്കുന്നത് എന്നുള്ളതാണ്. ഇത് രണ്ടും ഒരു തട്ടിൽ വെച്ച് തൂക്കുകയാണെങ്കിൽ മാധ്യമങ്ങൾക്ക് ഏറെക്കുറെ സമാധാനമാകും എന്ന് വിചാരിക്കുന്നു. അങ്ങേക്ക് തുടരാം. അല്ല, മാധ്യമങ്ങളുടെ നിലയെപ്പറ്റി അല്ലെങ്കിൽ അതിൻ്റെ അവസ്ഥയെപ്പറ്റി പിന്നെ പ്രതിപക്ഷത്തെ നയിക്കുന്നത് മാധ്യമങ്ങളാണെന്ന് പറയാം, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് പറയാം മാധ്യമങ്ങളാണ് പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അത് മാധ്യമങ്ങൾക്ക് കിട്ടുന്ന ഒരു അംഗീകാരം എന്ന് മാത്രമേ ഞാനതിനെ കാണുന്നുള്ളൂ. ഇവിടെ തിരുവനന്തപുരത്ത് ശശി തരൂരിൻ്റെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ലഭിച്ച വോട്ടിനെക്കുറിച്ചും ഭൂരിപക്ഷത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ വോട്ട് കുറഞ്ഞത് അദ്ദേഹത്തിൻ്റെ തന്നെ പരാജയമാണ്, അല്ല പിന്നെ ആരുടെ പരാജയമാണ്? അദ്ദേഹം പറഞ്ഞു കിടക്കുന്നത് എന്താ? അദ്ദേഹം വിശ്വപൗരനാണ്, കോൺഗ്രസ്സുകാരല്ലാത്തവരെല്ലാം അഹമഹമെഖയാ വന്ന് തനിക്ക് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് 2026 ആവർത്തിച്ചാൽ മാത്രമേ അധികാരത്തിൽ വരികയുള്ളൂ എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ഈ കണക്കുകൾ പറയേണ്ടി വരുന്നത്. 16,000-ൻ്റെയൊക്കെ കണക്ക് പറയേണ്ടി വരുന്നത്, 99,999 നിന്ന് താഴോട്ട് വരുന്നതിൻ്റെ കണക്ക് പറയേണ്ടി വരുന്നത്. അല്ലാതെ നമുക്ക് ശശി തരൂരിനോട് എന്തെങ്കിലും വിഷമമോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് മനസ്സിലൊന്നും ഉണ്ടായിട്ടല്ല. ശശി തരൂർ നല്ല വ്യക്തിയാണ്, മിടുക്കനാണ്, അക്കാര്യത്തിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അതുപോലെ ഞാൻ രണ്ടാമത്തെ സെഷനിൽ മാധു ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത്,
KPCC പ്രസിഡന്റിനെയും DCC പ്രസിഡന്റുമാരെയും സമയബന്ധിതമായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റാതെ പോകുന്നതിനെ കുറിച്ചാണ്. പാർട്ടിയെ നയിക്കാൻ ആൾ വേണം. അല്ലാതെ ആരാ നിങ്ങളുടെ നേതാവ് എന്ന ചോദ്യത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല. കാരണം എനിക്കറിയാവുന്നിടത്തോളം കാലം കേരളത്തിൽ UDF അല്ലെങ്കിൽ കോൺഗ്രസ് തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഒരാളെപ്പോലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് മുമ്പിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഇതുവരെ തെരഞ്ഞെടുപ്പിൽ പോയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലും അവർ മത്സരിക്കട്ടെ. ഇന്ന് ഡൽഹിയിൽ നടന്ന യോഗത്തിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള മാർഗങ്ങൾ നോക്കുക, അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുക, മുഖ്യമന്ത്രി ആരാണെന്നുള്ളത് പിന്നീട് തീരുമാനിക്കാം. പണ്ടും കോൺഗ്രസിൽ അങ്ങനെ തന്നെയാണ്. ആർ ശങ്കർ മുതലുള്ള ചരിത്രം നോക്കുകയാണെങ്കിൽ കെ കരുണാകരൻ അന്ന് പാർലമെന്ററി പാർട്ടിയുടെ നേതാവായിരുന്നു. അദ്ദേഹം സ്വാഭാവിക പരിഗണനയിലേക്കാണ് വരുന്നത്. പിന്നീട് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കെ രാജിവെക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലാണ് ആന്റണി വരുന്നത്. അല്ലാതെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് വന്നതല്ല. പിന്നീട് ഉമ്മൻചാണ്ടി വരുന്നു, ഉമ്മൻചാണ്ടിയും ഇടയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ വക്കം പുരുഷോത്തമൻ ആ സ്ഥാനത്തേക്ക് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്ന ആളാണ്. പക്ഷേ MLA-മാരുടെ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉമ്മൻചാണ്ടി വരുന്നത്. പിന്നീട് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷേ UDF അധികാരത്തിൽ ഭൂരിപക്ഷം നേടുകയായിരുന്നെങ്കിൽ യാതൊരു സംശയവും വേണ്ട, അത് രമേശ് ചെന്നിത്തല തന്നെ ആകുമായിരുന്നു മുഖ്യമന്ത്രി. അക്കാര്യത്തിൽ തർക്കങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. അന്ന് രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ അന്നൊരു തീരുമാനമുണ്ടായി. അതായത് രമേശ് ചെന്നിത്തല പോലും ആവശ്യപ്പെട്ട ഒരു തീരുമാനമാണ്. പ്രതിപക്ഷ നേതാവായിട്ട് രമേശ് ഇരിക്കട്ടെ, UDF-ന്റെ ചെയർമാനായിട്ട് ഉമ്മൻചാണ്ടി തുടരണം എന്നുള്ളത്. അത് ദീർഘനേരത്തെ ചർച്ചകൾക്ക് ശേഷം ഉമ്മൻചാണ്ടി അത് സമ്മതിച്ചു. പക്ഷെ അദ്ദേഹം തിരികെ വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ അങ്ങനെ വേണ്ട, 2 അധികാര കേന്ദ്രങ്ങൾ ഉണ്ടാവരുത്, അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് മരിച്ചൊരു തീരുമാനമെടുക്കുകയും അത് അപ്പോൾ തന്നെ കോൺഗ്രസിൻ്റെയും ഘടകകക്ഷി നേതാക്കളുടെയും മുമ്പിൽ അത് എത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ് വസ്തുത. അങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അല്ലാതെ ഇപ്പോൾ കോൺഗ്രസ് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയൊന്നും മുൻപിൽ വെച്ചുകൊണ്ടല്ല. എനിക്ക് തോന്നുന്നു CPM പോലും അങ്ങനെയല്ലെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. അവരുടെ ഉള്ളിൽ ചില ആശയങ്ങൾ ഉണ്ടാവും. ജയിച്ചാൽ ആരാണ് വരേണ്ടത്, കോൺഗ്രസിലും ഉണ്ടാവും. അല്ലാതെ ഇപ്പം ആരാ നിങ്ങളുടെ നേതാവ് എന്നൊന്നും ചോദിക്കത്തക്ക ഒരു സാഹചര്യമൊന്നും കേരളത്തിലെ കോൺഗ്രസിൽ ഉണ്ടായി എന്ന് വിചാരിക്കട്ടെ. പിന്നീട് മാധു ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യം, അതായത് ഉപതെരഞ്ഞെടുപ്പുകളിലെ വിജയം അത്ര ചെറിയ കാര്യമാണോ? അപ്പോൾ മാധു പറഞ്ഞ ഒരു ന്യായം, അതായത് ഓരോ പഞ്ചായത്തിലും ഓരോ വാർഡിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്നു. അത് ഭരണകക്ഷിക്ക് സാധിക്കത്തില്ലേ? അങ്ങനെയാണല്ലോ പണ്ടൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഓരോ മന്ത്രിമാരെ ഓരോ പഞ്ചായത്തിൽ നിയോഗിച്ച ചരിത്രമാണല്ലോ നമുക്കുള്ളത്. തൃക്കാക്കരയിൽ അത് ഉണ്ടായല്ലോ. തൃക്കാക്കരയിൽ ആ തന്ത്രം പരാജയപ്പെട്ടപ്പോഴാണല്ലോ പിന്നീട് അത് വേണ്ട എന്ന് വെച്ചത്. അപ്പൊ പ്രതിപക്ഷത്തിന് മാത്രമല്ല, ഭരണപക്ഷത്തിന് അവർക്കാ കൂടുതൽ സൗകര്യം. അവരുടെ കയ്യിൽ അധികാരമുണ്ട്. അവരുടെ കയ്യിൽ വാഗ്ദാനങ്ങൾ നൽകാനുള്ള, അതായത് നേരിട്ടല്ലെങ്കിലും വാഗ്ദാനങ്ങൾ നൽകാൻ പോലെയുള്ള സാഹചര്യങ്ങൾ അവർക്കുണ്ട്. അപ്പൊ അവർക്ക് ഈ ഉപതെരഞ്ഞെടുപ്പ് ജയിക്കാൻ ഈ ഒരു പ്രത്യേക സാഹചര്യം സഹായകരമാവുന്നില്ലേ? ശരി. അല്ല, പാലക്കാട് ഈ പറയുന്ന തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് അവിടുത്തെ DCC-ലുണ്ടായ പ്രശ്നങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അതിനൊക്കെ പരിഹരിക്കാൻ അത്യുധ്വാനം ചെയ്യേണ്ടി വന്നു. മറ്റു ഘടകങ്ങൾക്ക് അവിടെ ചെന്നിറങ്ങി എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചെന്നല്ലോ. അങ്ങേക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് വിചാരിക്കുന്നു. ശ്രീ ജേക്കബ് ജോർജ്, ഇപ്പോ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ള ഏറ്റവും വലിയ ആത്മവിശ്വാസം എന്ന് പറയുന്നത് സംസ്ഥാനത്ത് കടുത്ത ഭരണവിരുദ്ധ വികാരമുണ്ട്, കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്യാൻ ജനങ്ങൾ സജ്ജരാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ സ്വാഭാവികമായും 10 വർഷം ഒരു സർക്കാർ ഇരിക്കുന്ന സമയത്ത് സ്വാഭാവികമായും പല പ്രശ്നങ്ങൾ സർക്കാർ അഭിമുഖീകരിക്കും. അതിലൊന്ന് തുടർച്ചയായി ഇരിക്കുന്നു കേരളത്തിൽ എന്നുള്ളൊരു കാര്യം തന്നെയായിരിക്കും. അതിൻ്റെ ഒരു ആനുകൂല്യമൊക്കെ കിട്ടുമായിരിക്കും. പക്ഷേ അതിനൊക്കെ ഒരു കണക്കുണ്ട്, അല്ലേ? അതിനൊക്കെ ഒരു കണക്കുണ്ട്. അതിലൊക്കെ സ്വന്തം വഴിക്ക് കൊണ്ടുവരാൻ അതിലൊരു അധ്വാനം, അതിലൊരു നേതൃത്വം, ആശയപ്രചാരണത്തിന് കൃത്യമായ ഒരു സ്രോതസ്, ഇതിൻ്റെയൊക്കെ ആവശ്യകതയുണ്ട്. അപ്പോൾ അവിടെ സ്വാഭാവികമായും ഒരു നേതാവ് നേതാവ് വേണം. എന്തിനാണെങ്കിലും, ഒരു പള്ളിയിലാണെങ്കിലും ഒരു ക്ഷേത്രത്തിലാണെങ്കിലും ഒരു കൊച്ചു വായനശാലയാണെങ്കിലും ദേശീയ തലത്തിൽ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവാണെങ്കിൽ, ഇന്ന് നരേന്ദ്രമോദി BJP കയറുന്നത് നരേന്ദ്രമോദിയുടെ വോട്ടും കൊണ്ടല്ലേ? നരേന്ദ്രമോദിയല്ലേ വോട്ട് പിടിക്കുന്നത്? ഈവൻ കൊച്ചു മണ്ഡലങ്ങളിൽ പോലും, കൊച്ചു സംസ്ഥാനങ്ങളിൽ പോലും നരേന്ദ്രമോദിയുടെ പടം വെച്ചിട്ടാണ് വോട്ട് പിടിക്കുന്നത്. നേതാവാണ്, നേതൃത്വം തന്നെയാണ്. അതുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ പ്രശ്നം ഞാൻ പറയാം. നമ്മൾ ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞല്ലോ, VD സതീശൻ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിൻ്റെ വിജയത്തിന്, ഉജ്ജ്വലമായ വിജയത്തിന് നിർണായകമായി പങ്കുവഹിച്ചു. ക്യാമ്പ് ചെയ്ത് മാത്രമല്ല, അതിനകത്ത്
ഘടനാപരമായ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘടനയുണ്ടല്ലോ, അതിലേക്ക് കടന്നു ചെന്ന് അതിൽ അദ്ദേഹം അത് ഇടപിടിപ്പിച്ചത് സി പി ജോണിനെയാണ്. സി പി ജോൺ അതിനകത്ത് നിർണായകമായി പങ്കുവഹിച്ചിട്ടുണ്ട്. വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിക്കൽ മുതൽ ഇങ്ങോട്ട് എല്ലാ തന്ത്രപരമായ കാര്യങ്ങളിലും അത് സി പി ജോണിനെ ഇവിടെ കൊണ്ടുവന്ന് അവിടെ പ്രതിഷ്ഠിച്ചത് വി ഡി സതീശനാണ്. 3 തെരഞ്ഞെടുപ്പിലും വി ഡി സതീശനും ഇതുപോലെ. ഞാനൊരു കാര്യം കൂടെ പറയട്ടെ, നേതാവെന്ന് പറയുമ്പോൾ ഞാൻ പറയും, കാലാകാലങ്ങളിൽ ഇങ്ങോട്ട് കോൺഗ്രസിന് അതത് സമയത്ത് കൃത്യമായ KPCC അധ്യക്ഷന്മാരുണ്ടായിട്ടുണ്ടോ? ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു പ്രതിപക്ഷ നേതാവ് എന്ന് വെച്ചാൽ UDF ഒരു നേതാവിനോട് പറയുമായിരുന്നു, ഒരു കാലഘട്ടത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കേരള സർവകലാശാല യൂണിയൻ്റെ ചെയർമാനായിട്ട് വന്നതാണ്, KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, അങ്ങനെയൊക്കെ ഇങ്ങനെ വരികയാണ്. ആ കൂട്ടത്തിൽ ആളുണ്ടായിരുന്നു ഫിലിപ്പോസ് തോമസ്. സണ്ണിക്കുട്ടി ഞാനും പത്തനംതിട്ട ജില്ലക്കാരാണ്, ഞങ്ങൾക്കൊക്കെ അറിയാവുന്ന ആളാണ് ഫിലിപ്പോസ് തോമസ്. മോഹൻ വർഗീസ് സാറിനും അറിയാം ഫിലിപ്പോസ് തോമസ്. ആ നേതാവ് UDF നേതാവിനോട് പറഞ്ഞത്, ആ ഫിലിപ്പോസ് തോമസ് ഇങ്ങോട്ട് വന്നിട്ട് ഒരു ഘട്ടത്തിൽ കേരളത്തിലെ KPCC പ്രസിഡന്റ് ആയിരുന്നുവെങ്കിൽ ആകേണ്ടിയിരുന്നില്ലേ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. ഇന്ന് പത്തനംതിട്ട ആന്റണി പക്ഷത്തിന്റെ PJ കുര്യൻ, അവസാനം ഇങ്ങോട്ട് വന്ന അടൂർ പ്രകാശ്, പത്തനംതിട്ട കോൺഗ്രസിന് ഒരു കോട്ടയായിരുന്നു. പറഞ്ഞതുപോലെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി കേട്ടോ. ഇന്ന് അവിടെ പറയാൻ പറ്റുന്ന നേതാക്കളില്ല. അത് ഞാൻ പറഞ്ഞത്, ഫിലിപ്പോസ് തോമസ് ദീർഘകാലം പത്തനംതിട്ട ജില്ലയിൽ കോൺഗ്രസിന്റെ കോട്ട കാത്ത ആളാണ്. അദ്ദേഹത്തിന് ഒരു പ്രസക്തിയില്ലാതായിപ്പോയി കോൺഗ്രസിൽ. അതുപോലെ ഞാൻ പറയുന്നത്, ഇന്നും ശശി തരൂരിന് കേരള രാഷ്ട്രീയത്തിലൊരു പ്രസക്തിയുണ്ട്. ആ പ്രസക്തി ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ കോൺഗ്രസിന് കൊള്ളാം, അല്ലെങ്കിൽ അയ്യോ കഷ്ടം എന്ന് എനിക്ക് പറയാം. ശരി, എന്തായാലും തുടർച്ചയായ ദിവസങ്ങളിൽ കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ മാധ്യമങ്ങൾ ചർച്ചയ്ക്കെടുക്കുന്നു. അവിടെ ആകെ അഭിപ്രായ ഭിന്നതയാണ് എന്ന തരത്തിലുള്ള പ്രതീതി ഉണ്ടാക്കുന്നു തുടങ്ങിയ വിമർശനങ്ങൾ പ്രതിപക്ഷത്തിനുണ്ട്. തുടർച്ചയായ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടി ആക്രമിക്കപ്പെടുന്നു എന്ന പരാതികൾ അങ്ങനെ ഉന്നയിക്കപ്പെടുന്നുമുണ്ട്. പക്ഷേ പ്രതിപക്ഷത്തിനൊപ്പമാണ് മാധ്യമങ്ങൾ എന്ന് ഭരണപക്ഷവും ആവർത്തിച്ച് പറയുന്നത്. ആ വഴിക്ക് പുരോഗമിക്കട്ടെ. എന്നിരുന്നാൽ പോലും കോൺഗ്രസിന്റെ അണികൾ, നോക്കൂ, ഈ പറയുന്ന നേതാക്കൾ ഉണ്ടാകുന്നത് അണികൾ ഉണ്ടാകുമ്പോഴാണ് എങ്കിൽ തുടർച്ചയായി ഭരണനഷ്ടത്തിന്റെ സമയത്തും ഈ നേതാക്കൾക്ക് പിന്നിൽ അണിനിരന്ന അണികളോടായിരിക്കണം ആത്യന്തികമായ കമ്മിറ്റ്മെന്റ് എങ്കിൽ ഇലക്ഷൻ തയ്യാറെടുപ്പിന് നേതൃത്വമടക്കമുള്ള കാര്യങ്ങളിൽ കോൺഗ്രസ് കൃത്യമായ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട്.